Okay, hi, good evening all. അപ്പോൾ നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ വരാൻ പോകുന്ന തേർഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെമ്മിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് I am going to deal very important questions in this class. Okay. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ സെമ്മ് തുടങ്ങി ഒരേ ഒരു എക്സാമേ നടന്നിട്ടുള്ളൂ. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എത്രത്തോളം പഠിച്ചു തീർന്നു എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വളരെ കുറച്ച് സമയമാണ്. കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് മെയ് 9-നാണ് എക്സാം തേർഡ് സെമ്മിൻ്റെ. നിങ്ങൾക്കറിയാം മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് 1 ഒരു പേപ്പർ 75 മാർക്കിനും മറ്റൊരു പേപ്പർ മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ വിത്ത് ഇൻക്ലൂഡിംഗ് സേഫ്റ്റി എന്ന് പറയുന്ന മറ്റൊരു പേപ്പർ എയും ബി പാർട്ടുമായിട്ടുള്ള ഒരു പേപ്പറും കൂടെ 2 പേപ്പറാണ് നമുക്ക് ഈ ഒരു സെമ്മിൽ എഴുതാനുള്ളത്. അപ്പോൾ ഇതിൽ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഫസ്റ്റ് സെമ്മിൽ പഠിച്ച അതിൽ പഠിച്ച കുറേ ഓർഗൻസിൻ്റെ അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ ഡിസീസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഇനി സിസ്റ്റം വൈസ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സിലബസ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഓരോ യൂണിറ്റുകൾ എടുക്കുക, അതിൻ്റെ അനാട്ടമി ഫിസിയോളജി റിവിഷൻ നടത്തുക, അതിനുശേഷം അതിൻ്റെ അസസ്മെൻറ്റ് ആൻഡ് സിസ്റ്റം ബേസ്ഡ് ആയിട്ട് നടത്തുന്ന ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻസ്, അത് കഴിഞ്ഞതിന് ശേഷം അതിലുള്ള ഓരോ ഡിസീസസ്, അതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. പക്ഷേ ഇനി നമുക്കുള്ളത് അതിനുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള സമയമില്ല. പക്ഷെ നന്നായിട്ട് പഠിക്കണം. സ്റ്റിൽ നിങ്ങൾക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് സിസ്റ്റമാറ്റിക് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 6 മാസം തന്നെ വേണം. ആദ്യം മുതലേ നിങ്ങൾ പഠിച്ചു തുടങ്ങിയവരാണെങ്കിൽ ആ രീതിക്ക് തന്നെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. അതല്ല നിങ്ങൾ ഇനിയാണ് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ കുറച്ച് മാത്രമേ പഠിച്ചു തീർന്നിട്ടുള്ളൂ എങ്കിൽ എൻ്റെ ഒരു സജഷനാണ് ഓൾവേസ് ഗോ ഫോർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പറയും മാം സെം എക്സാമിൻ്റെ പ്രീവിയസ് ഇയേഴ്സ് ഇല്ലല്ലോ എന്ന്. സെം എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളുവെങ്കിലും ഇതേ സെയിം സിലബസ് ആണ് ഇയർ എക്സാമിനുള്ളവരും പഠിച്ചത്. സെയിം ചാപ്റ്റേഴ്സും സെയിം ടോപ്പിക്സും സെയിം മാർക്കിംഗ് ക്രൈറ്റീരിയ എവറിത്തിങ്. ഓക്കെ. ഒൺലി ദാറ്റ് ടൈം ഓഫ് എക്സാം ഓർ നിങ്ങൾക്ക് അഡീഷണലി നിങ്ങൾക്ക് MCQ കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്ര ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സെയിം ടോപ്പിക്സ് തന്നെയാണ് എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസും, ഇന്ത്യയിലുള്ള എല്ലാ നഴ്സിംഗ് സ്റ്റുഡൻസും പഠിക്കുന്നത്. ഓക്കെ. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് പഠിക്കാം. അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതും ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ ക്രാഷ് കോഴ്സ് നമ്മൾ 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. കേരള യൂണിവേഴ്സിറ്റിക്കും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കും ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റുഡൻസ് ആയാലും ഈ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ സിലബസ് ആണ്. ഓൺലി ദ ടൈം ഓഫ് എക്സാം വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ. അപ്പോൾ ധൈര്യമായിട്ട് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം. ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ക്രാഷ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയി കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റിയുടെ എക്സാം കഴിഞ്ഞു, അനാട്ടമി ആൻഡ് ഫിസിയോളജി കഴിഞ്ഞു. സെയിം നമ്മൾ പഠിപ്പിച്ച അതേ ടോപ്പിക്സ്, ഞാൻ കൊടുത്ത അതേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിച്ച കുട്ടികൾക്ക് പോലും കംപ്ലീറ്റ്ലി സ്കോർ ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ്, അതായത് സെയിം ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ കൊടുത്ത അതേ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു അവർക്ക് എക്സാമിന് വന്നത്. സോ അത് ഒരു ഭയങ്കര ഒരു ഇതായിട്ടല്ല പറയുന്നത്. സോ എനിക്ക് അത്ര നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഇവാലുവേറ്റ് അസസ് ചെയ്ത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം അസസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് തയ്യാറാക്കിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനുള്ളിൽ തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസ് അനാട്ടമി ഫിസിയോളജിക്ക് വന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ തേർഡ് സെമ സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ദയവേത് ലാസ്റ്റ് നിമിഷം, ഇപ്പോൾ ഫസ്റ്റ് സെമ്മിൽ തന്നെ പലരും ലാസ്റ്റ് ടൈമിൽ വന്നു മാം എനിക്ക് പഠിച്ചു തീർന്നില്ല, മാമിൻ്റെ ക്ലാസ്സിന് വേണം. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എങ്ങനെ 100 മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ടു തീർക്കും? തീരത്തില്ല. അത് വേസ്റ്റ് ഓഫ് മണിയാണ്. ഓക്കെ. നിങ്ങൾ പഠിച്ച തീരത്തില്ല അത്രയും സമയം കൊണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്യും. കാരണം നിങ്ങൾ അവസാനം ജോയിൻ ചെയ്താലും ആദ്യം ജോയിൻ ചെയ്താലും കാശ് കൊടുക്കണം. അപ്പോൾ പിന്നെ ആദ്യമേ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചു തീർക്കാൻ സമയം കിട്ടും. ഇനി ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവുകയാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് 60 ദിവസമാണ്. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് 60 ദിവസം കിട്ടത്തില്ല. ഇതൊരു 60 ദിവസം എന്ന് പറയുമ്പോൾ 60 ദിവസം ക്ലാസ് കാണത്തില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ പോർഷൻസ് എല്ലാം തീർക്കും. നിങ്ങൾക്ക് ആക്സസ് ക്ലാസ്സിൻ്റെ എല്ലാ പോർഷൻസിൻ്റെ ആക്സസ് 60 ദിവസം വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.
60 ദിവസം വരെ ക്ലാസ്സിലെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എക്സാംസ് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാണെങ്കിൽ എക്സാം ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. സോ അതുകൊണ്ട് ഇനഫ് ടൈം നിങ്ങൾക്ക് കിട്ടും. കേരള യൂണിവേഴ്സിറ്റിക്കാർക്ക് എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ, ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് എല്ലാം ഈ ഒരു 19 ദിവസത്തെ ക്ലാസ്സിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ മാക്സിമം എടുത്തു തരുന്നതായിരിക്കും. അത്രയുമേ എനിക്ക് അതിൽ ഉറപ്പിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. പിന്നെ MCQs കുറേ MCQs നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ ക്രാഷ് കോഴ്സിനും നമുക്ക് നോട്ട് കൊടുത്തിരുന്നില്ല, എന്നാലും അവർക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്, അത്യാവശ്യം വേണ്ട നോട്ടുകൾ അവർ ചോദിച്ചതെല്ലാം ഞാൻ അവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ ഈ കോഴ്സിൽ നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിൽ, കോഴ്സിൻ്റെ മെറ്റീരിയലിൽ നമ്മൾ നോട്ട്സ് ഉൾപ്പെടുത്തുന്നില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് പരമാവധി നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് ഓരോ ടോപ്പിക്സിൻ്റെ, കാരണം നിങ്ങൾക്കിനി സമയമില്ല. നിങ്ങൾക്കറിയാം മെയിൻലി അത് ഏത് യൂണിവേഴ്സിറ്റി ആയാലും നിങ്ങൾ ബ്രണ്ണർ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് പഠിക്കുന്നത്. ബ്രണ്ണർ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡെഫിനിഷൻ, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, കോസസ്, റിസ്ക് ഫാക്ടേഴ്സ്, പാത്തോഫിസിയോളജി, ട്രീറ്റ്മെൻറ്റ്, ഡയഗ്നോസിസ്, നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഇത് ഓരോന്നായി വായിച്ചെടുക്കാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. സോ അതുകൊണ്ട് നിങ്ങൾ അത്രയും ബുദ്ധിമുട്ടണ്ട. ഞാൻ അവിടെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഷോർട്ട് നോട്ട്സ് കൂടെ ഞാൻ അതിപ്പോൾ തരും. അതെല്ലാ ടോപ്പിക്സിനും തരുമെന്നല്ല, മാക്സിമം എല്ലാത്തിനും തരും. അതായത് 1-2 ടോപ്പിക്സ് ചിലപ്പോൾ തന്നില്ല, നിങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങളവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ട്. കാരണം അത് നമ്മുടെ ക്രാഷ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതല്ല. അഡീഷണലി ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, അത് നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ളതല്ല. ഫുള്ളി സിലബസിലുള്ള എല്ലാ ടോപ്പിക്സും ആദ്യം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അത് കഴിഞ്ഞിട്ട് ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്സ് വെച്ചിട്ട് എല്ലാ പോർഷൻസും നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഒപ്പം ഞാൻ നോട്ട്സ് തരുന്നതായിരിക്കും. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്റേഴ്സിലുള്ളത് ഷെയർ ചെയ്യും. ഒപ്പം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി MCQs നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴ്സ്. ഫ്ലെക്സിബിൾ ക്ലാസ് എക്സ്റ്റൻഡ് എനി ടൈം എനിവെയർ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ പറ്റും. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ വീഡിയോ ക്ലാസ്സസ് എല്ലാം ഡീറ്റെയിലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യണം താല്പര്യമുള്ളവർക്ക് ഈ നമ്പർ 8891127927 എന്നുള്ള നമ്പറിലോട്ട് ഈ എമൗണ്ട് 999 എന്നുള്ള റുപ്പീസ് ഗൂഗിൾ പേ ചെയ്യുക. ഗൂഗിൾ പേ ചെയ്തിട്ട് ആ നമ്പറിൽ തന്നെ, സെയിം നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്യാം അതിൻ്റെ സ്ക്രീൻഷോട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗൂഗിൾ ഫോം തരും. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് ട്രാൻസാക്ഷൻ ID-യും എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ പറ്റും. So maximum my request is, if you can study, you study alone. Otherwise, if you want to join the class, please join now itself. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഓടിച്ചിടാതെ പെട്ടെന്ന് ആ ഒരു സമയമെടുത്ത് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഡൗട്ട് എല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യുന്നത് വാട്സാപ്പ് ഗ്രൂപ്പിലല്ല. വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു, ടെലിഗ്രാം ഗ്രൂപ്പ് വഴിയാണ് എല്ലാ മെറ്റീരിയൽസും ഷെയർ ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ 8891127927 എന്നുള്ള നമ്പറിലോട്ട് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഏതാണ്? മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണുള്ളത്. അതായത് നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 3rd സെം ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്ക് യൂസ്ഫുൾ അല്ല എന്നല്ല, ഇറ്റ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ദ സെയിം ടോപ്പിക്സ്, സെയിം സിലബസ്, സെയിം തിങ് യു ആർ ഓൾസോ സ്റ്റഡിങ്. എവ്രിവൺ, all 3rd സെം സ്റ്റുഡൻസ് ആർ സ്റ്റഡിങ് സെയിം തിങ്. ഓൾ ഇന്ത്യ എവ്രിവൺ ഈസ് സ്റ്റഡിങ് ദ സെയിം തിങ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് അല്ലെങ്കിൽ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരേ ഒരു പാർട്ടേ ഉള്ളൂ. നമ്മുടെ മറ്റേ അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി പോലെ 2 പാർട്ടില്ല, ഒരു പാർട്ടേ ഉള്ളൂ. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 ആണിത്. 75 മാർക്സിനാണ് എക്സാം. ബാക്കി 25 മാർക്സ് നിങ്ങളുടെ ഇന്റേണൽ അസസ്മെന്റ് മാർക്കാണ്. ഓൾ ടുഗദർ ആണ് നിങ്ങൾക്ക് സ്കോർ കാർഡ് വരുന്നത്. 100 ആണ്, ഔട്ട് ഓഫ് 100 ആണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 12 ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് കാണാം 12 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിക്കാരായാലും നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ 12 ക്വസ്റ്റ്യൻ നിങ്ങൾ കറക്റ്റാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാസ്സാകേണ്ട 50% മാർക്കിൽ 38 മാർക്കിൽ 12 മാർക്ക് ഈ ഒരു MCQന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയാണ്. ബാക്കി 26 മാർക്ക് മാത്രം മതി നിങ്ങൾ എസ്സേസും ഷോർട്ട് എസ്സേസും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. സോ ഈസി ആയിട്ട് പാസ്, മിനിമം പാസ് എടുത്ത് മാർക്ക് എടുത്ത് പാസ്സാകണം എന്നുള്ളത് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. സോ നന്നായി
നന്നായിട്ട് വായിക്കുന്നവരാണെങ്കിൽ, അതായത് വെറുതെ കിട്ടത്തില്ല. 1 വേർഡ് കിട്ടുക എന്ന് പറയുന്നത്, ഒരു വേർഡ് എഴുതുമ്പോൾ 1 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനത്ര എഫേർട്ട് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് വായിച്ച് പഠിക്കുകയും വേണം. എന്നാൽ മാത്രമേ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ പഠിക്കണം, എന്തിൽ നിന്ന് പഠിക്കണം എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു തരും. 1 വേർഡ് ക്വസ്റ്റ്യൻസ്. അത് കഴിഞ്ഞ് നമ്മൾ എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, അതായത് എൻ്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഫസ്റ്റ് ക്ലാസ് ആണിത്. ആ രീതിയിൽ ഞാൻ എങ്ങനെയാണോ ക്രാഷ് കോഴ്സ് എടുക്കുന്നത്, എത്രത്തോളം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തരും, ഏത് നോട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, അതാണ് ഞാൻ ഇന്നിവിടെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 1 വേർഡ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. റെഡി ആണല്ലോ എല്ലാവരും? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, എൻ്റെ ഒപ്പം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ആൻസർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കറിയാം 12 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. അത് കഴിഞ്ഞാൽ 2 എസ്സേ ആണ്. അപ്പൊ നമ്മൾ അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജിയിലുള്ളത് പോലെയല്ല, ഇവിടെ 15 മാർക്കിനാണ് ഒരു എസ്സേ. ഓരോ എസ്സേയും 15 മാർക്ക്, 10 മാർക്ക് അല്ല, പകരം 15 മാർക്കാണ്. 2 എസ്സേ ഉണ്ടാകും. 2 എസ്സേയും കൂടെ 30 മാർക്കിനാണ്. ഈ 30 മാർക്കിൽ തന്നെ നിങ്ങൾക്ക് 20 മാർക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയാൽ അവിടെ ടോട്ടലി 32 മാർക്ക് ആയി കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും എടുക്കുക. ഈ 25 മാർക്കിൽ നിങ്ങൾക്കൊരു 15 മാർക്ക് എടുക്കാൻ പറ്റില്ലേ? ഉറപ്പായിട്ടും പറ്റും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പറ്റും. 32 + 15 47 മാർക്ക്. പിന്നെയുള്ളത് 4 2 2 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് 8 മാർക്സ്. ഓക്കെ, ഇവിടെ എത്രയുണ്ട്? അപ്പോൾ 55 മാർക്സ്. 55 മാർക്സ് മിനിമം 75 മാർക്സിൽ നിങ്ങൾക്ക് 55 മാർക്സ് കിട്ടണം. അത് മിനിമം. അതിനേക്കാൾ നിങ്ങൾ കുറച്ചുകൂടി ബിലോ ആവറേജ് ആണെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് 55 മാർക്ക് കിട്ടും. അല്ല, നിങ്ങളൊരു ആവറേജ് ലെവൽ ആണെങ്കിൽ, അല്ലെങ്കിൽ എബോ ആവറേജ് ആണെങ്കിൽ, ഡെഫിനറ്റ്ലി യു വിൽ സ്കോർ മോർ ദാൻ 65. Okay, more than 65. Definitely out of 75 you will get more than 65 marks if you are following previous year questions. Okay, definitely I am promising you all questions will come from the previous question papers only. All question papers. Okay, so we will start how we can study, what to be study, what to be written, how to write, everything I will tell in our crash course classes. This is just a first class of demo, this one, our crash course student. Okay, as well as for other students also. So if you want to study with us, you can join with us. Okay, now we will start. First question, actually ഞാനിവിടെ പറയുമ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ ഞാൻ ആ ടോപ്പിക്സിനെ കുറിച്ച് പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഓരോ 1 വേർഡ് ക്വസ്റ്റ്യൻസിലും ഏതൊക്കെയാണോ ഓരോ ഓപ്ഷനിലും വരുന്ന വേർഡ്സ്, ആ ടോപ്പിക്സും കൂടെ നിങ്ങൾ 5 മാർക്കിന് കണക്കാക്കി നിങ്ങൾ പഠിക്കണം. ക്ലിയർ? അല്ല, നിങ്ങൾ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ടെൻഷൻ ആണ്. അല്ലാത്ത കുട്ടികളാണെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് that is transmitted through orophycal route. ഓക്കെ, അപ്പോൾ അത് ഏത് ചാപ്റ്റർ ആണ്? നമ്മുടെ സിലബസിൽ ഞാൻ പലതവണ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിന്റെ 11ാമത്തെ യൂണിറ്റ്, ഏറ്റവും ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് നഴ്സിംഗ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസ് വിത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. നമ്മുടെ 11ാമത്തെ യൂണിറ്റ് ആണ്. ഇതിനകത്ത് ഒരുപാട് ഡിസീസസ് ഉണ്ട്. എന്നാൽ അതിൽ എല്ലാ ഡിസീസസും എക്സാമിന് ചോദിച്ചിട്ടില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് സ്പെസിഫിക്കലി നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പൾമണറി ട്യൂബർക്ലോസിസ് 10 മാർക്കിന്റെ എസ്സേ ആണ്, 5 മാർക്കിന്റെ എസ്സേ ആണ്, 2 മാർക്കിൻ്റെതാണ്, 1 മാർക്കിൻ്റെതാണ്. ഹെപ്പറ്റൈറ്റിസ് A to E 10 മാർക്കിന്റെ എസ്സേ ആണ്, 5 മാർക്കിന്റെ എസ്സേ ആണ്, 2 മാർക്കിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്, 1 മാർക്കിന്റെ എസ്സേ. ടൈഫോയിഡ് 5 മാർക്കാണ്. സ്മോൾ പോക്സ്, ചിക്കൻ പോക്സ്, ഹെർപ്പിസ് ഒന്നും അധികം ചോദിച്ചിട്ടില്ല. മീസൽസ്, മംസ് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. മെനിഞ്ചൈറ്റിസ് 5 മാർക്കിനോ 10 മാർക്കിനോ ചോദിക്കാം. അടുത്ത് ലെപ്രസി റെയറാണ്, ചോദിച്ചിട്ടില്ല, എന്നാലും 5 മാർക്കിന്. അത് കഴിഞ്ഞൊരു മാർക്ക് ഇല്ല, 10 മാർക്കിന് ചോദിക്കത്തില്ല. പിന്നെ ചോദിക്കാവുന്നുണ്ട് ഫിലറിയാസിസ് 5 മാർക്കിന് വേണമെങ്കിൽ ചോദിക്കാം. ഡിഫ്തീരിയ 5 മാർക്ക്, പെർട്ടുസിസ് 5 മാർക്ക്, പോളിയോമൈലൈറ്റിസ് 5 മാർക്ക്. അതും ഇതെല്ലാം റെയറുമാണ്. ഓക്കെ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഐസൊലേഷൻ ആൻഡ് ക്വാറന്റൈൻ ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്ക് ചോദിക്കാവുന്നതാണ്. ഇമ്മ്യൂണൈസേഷൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്.
ഇത്രയും ടോപ്പിക്സ് നമ്മുടെ ഈ 11ാമത്തെ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതിലല്ലാതെ ഡയറിയൽ ഡിസീസ് ഉണ്ട്, ഹെർപ്പീസ് ഉണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, സ്മോൾ പോക്സ് ഉണ്ട്, ഗ്യാസ് ഗാംഗ്രീൻ ഉണ്ട്, ഡെങ്കു ഉണ്ട്. ഡെങ്കു വളരെ റെയറാണ്, എന്നാലും ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം. പ്ലാഗ് ഉണ്ട്, മലേറിയ ഉണ്ട്, ചിക്കൻ ഗുനിയ ഉണ്ട്, സ്വൈൻ ഫ്ലൂ ഉണ്ട്, ടെറ്റനസ് ഉണ്ട്. ഓക്കെ, ഇതെല്ലാം എന്താ അതിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കവർ ചെയ്യണം. അത് കഴിഞ്ഞ് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് കവർ ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ രണ്ടാമത്തെ ടേൺ വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻസ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക. അല്ലാതെ അത് ഞാൻ എക്സ്പെഷ്യലി കേരള യൂണിവേഴ്സിറ്റിക്കാർക്കാണ് ഈ രീതിയിൽ പഠിക്കാൻ പറയുന്നത്. രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്ക് അങ്ങനെയല്ല. വേണമെങ്കിൽ സമയമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓർഡർ വൈസ് തന്നെ വേണമെങ്കിൽ അങ്ങനെയും പഠിക്കാം, പ്രശ്നമില്ല. ഓക്കെ, നിങ്ങൾ പഠിക്കാൻ വീക്ക് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് യു ഗോ ഫോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് റിപ്പീറ്റഡ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. ഇഫ് യു ആർ ഗുഡ് ഇൻ സ്റ്റഡീസ് യു ഗോ ഫോർ ആസ് പെർ സിലബസ്, ആ ഓർഡർ വൈസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ആ രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ, ആൻസർ ചെയ്യണം. ഐ നീഡ് ആൻസർ ഫ്രം യു ഓൾ. ഓക്കെ, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ആൻസേഴ്സ് കമൻറ്റ് ചെയ്യുക. കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഓക്കെ, ഇറ്റ് ഇസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡിസീസ്, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ്, അതിനെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു? അതിനെയാണ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പഠിക്കുമ്പോൾ ഓരോ കമ്മ്യൂണിക്കബിൾ ഡിസീസിലും മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഇനി ഏതാണ് നിങ്ങൾ ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസിന് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്? നമ്മൾ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന് ബ്രണർ പഠിക്കുമെങ്കിലും കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്ക് ബ്രണർ കിട്ടത്തില്ല. അത് നിങ്ങൾ പഠിക്കാൻ കെ പാർക്ക് എന്നുള്ളൊരു ബുക്കുണ്ട്. അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്കാണ് കെ പാർക്ക് എന്ന് പറയുന്നത്. ആ ടെക്സ്റ്റ് ബുക്കാണ് വെച്ചിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എല്ലാം, ഇതാണ് കെ പാർക്കിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അതിന് ഞാൻ ഫസ്റ്റ് പേജ് നിങ്ങൾക്ക് കാണിച്ചു വരാം. ഇതാണ് പാർക്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് പ്രിവെൻറ്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. ഈ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾക്ക് വേണ്ടത്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങളുടെ ലാസ്റ്റ് 11ാമത്തെ ചാപ്റ്ററിൻ്റെ എല്ലാ ടോപ്പിക്സും വളരെ ഡീറ്റെയിൽ ആയി ഉണ്ട്. പക്ഷേ ഓക്കെ, അത് നോക്കി പഠിക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ട്രാൻസ്മിറ്റഡ് ത്രൂ ഓറോഫീക്കൽ റൂട്ട്, അതായത് എന്താണ്, നമ്മുടെ ഫീക്കൽ നിന്നും, അതായത് നമ്മുടെ ഫീസിസിൽ നിന്നും അല്ലെങ്കിൽ ഫീസിസ് വേസ്റ്റിൽ നിന്നും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെയോ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയോ ഓറൽ വഴി, ക്ലിയർ ആയോ, അങ്ങനെ നമ്മൾക്ക് കിട്ടുന്ന ഡിസീസ്, അങ്ങനെ സ്പ്രെഡ് ആകുന്ന ഡിസീസ് ഏതാണ്? അത് ഏതൊക്കെയാണ് ഓപ്ഷൻസ് പറയുന്നത്? ഹെപ്പറ്റൈറ്റിസ് സി, ടൈഫോയിഡ്, മീസൽസ്, പെർട്ടുസിസ്. നിങ്ങൾ ആൻസർ ചെയ്യാത്തത് എന്താ? നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നില്ലയോ, ചാറ്റ് ചെയ്യാൻ പറ്റുന്നില്ലയോ, അതോ ആരും ആൻസർ ചെയ്യാത്തതാണോ? ആരെങ്കിലും ഒന്ന് മെസ്സേജ് ചെയ്യോ? ഓക്കെ, എനിക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞേ. കമ്മ്യൂണിക്കേഷൻ ഏതായിരിക്കും? ഓറോഫിക്കൽ റൂട്ട് വഴി. ഹെപ്പറ്റൈറ്റിസ് സി ആണോ, ടൈഫോയിഡ്? അപ്പോൾ ഈ ഓരോ ഡിസീസസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ആൻസർ ഹെപ്പറ്റൈറ്റിസ് സി ആണോ ഫിക്കൽ റൂട്ട് വഴി? ഇല്ല, അത് നമ്മുടെ ബ്ലഡ് ഡിസോർഡർ ആണ് ഹെപ്പറ്റൈറ്റിസ് സി എന്ന് പറയുന്നത്. ടൈഫോയിഡ് അത് ഹെപ്പറ്റൈറ്റിസ് എ ആണ് ഫീക്കോ ഓറൽ റൂട്ട് വഴി വരുന്നത്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്നുള്ള ടോപ്പിക്കാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു സ്റ്റഡി. ഓക്കെ, ഇല്ലെങ്കിൽ ഞാനത് പിന്നീട് ഏതെങ്കിലും അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ ഞാനത് പഠിപ്പിക്കും. ടൈഫോയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫീക്കോ ഓറൽ റൂട്ട്. ഓക്കെ, ടൈഫോയിഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫീക്കോ ഓറൽ റൂട്ട്. ഞാനത് കാണിച്ചു തരാം, നോട്ട് ടെക്സ്റ്റ് ബുക്ക് ഞാനത് കാണിച്ചു തരാം. ആക്ച്വലി എനിക്കിതിൽ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ പറഞ്ഞു തന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടത്തില്ല, 234. അതുകൊണ്ടാണ് ഞാനത് അത്രയും മെനക്കെടാൻ നിൽക്കാത്തത് കേട്ടോ. ഇവിടെ കണ്ടോ, ഈ ടെക്സ്റ്റ് ബുക്കിൽ കോളറ, എല്ലാ ഡിസീസും ഉണ്ട്. കോളറയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, പഠിക്കണം.
ഞാൻ ആദ്യം ഒരു എക്സാമ്പിൾ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ടൈഫോയിഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ടൈഫോയിഡ് കണ്ടോ, കെ പാർക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ ഡീറ്റെയിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ടോപ്പിക്കാണ് ടൈഫോയിഡ്. 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. ടൈഫോയിഡ് ഈസ് ദ റിസൾട്ട് ഓഫ് സിസ്റ്റമിക് ഇൻഫെക്ഷൻ മെയിൻലി ബൈ സാൽമണല്ല ടൈഫൈ found only in man. The disease is clinically characterized by typical continuous fever. Okay, അവിടെ എന്താണ് ടൈഫോയിഡ് ഫീവർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് കണ്ടിന്യൂസ് ഫീവർ 3 to 4 weeks കണ്ടിന്യൂസ് ഫീവർ ആണുള്ളത്. അതർ നെയിം 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് അതർ നെയിം ഓഫ് ടൈഫോയിഡ് ഫീവർ ദാറ്റ് ഈസ് എൻട്രിക് ഫീവർ. ടൈഫോയിഡ് ഫീവറിന്റെ മറ്റൊരു പേരിൽ എന്താ പറയുന്നത്? എൻട്രിക് ഫീവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് അത്രയും പഠിക്കുന്നു ആദ്യം. അത് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്പിഡീമിയോളജിക്കൽ ഡിറ്റർമിനൻസ് ആണ്. ഏജന്റ്, ഏത് ഏജന്റ് ആണ് നമ്മുടെ ഈ ഒരു ഡിസീസ് പരത്തുന്നത്? ഏജന്റ് സാൽമണല്ല ടൈഫൈ ഈസ് എ മേജർ കോസ് ഓഫ് എൻട്രിക് ഫീവർ ഓർ ടൈഫോയിഡ് ഫീവർ. പിന്നെ അതിൻ്റെ വെറൈറ്റീസ്, മറ്റേതെങ്കിലും ഓർഗൻസ് ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അത് എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്നാണ്. മോഡ് ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ്, ഹോസ്റ്റ് ഫാക്ടേഴ്സ്, ഇതെല്ലാം നിങ്ങൾ വായിച്ച് പഠിക്കുമ്പോൾ കേട്ടോ. നെക്സ്റ്റ്, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. Typhoid fever is transmitted by a fecal oral route or urine oral route. This may take place directly through soiled hands contaminated with the feces or urine of cases or carriers, or indirectly by the injection of contaminated water, milk or food, or through flies. നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ഈ സാൽമണല്ല ടൈഫോയിഡ് ഓർഗാനിസം കണ്ടാമിനേറ്റഡ് ആയത് ഫീസിസിൽ നിന്നോ യൂറിനിൽ നിന്നോ, ഫുഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ത്രൂ ഫ്ലൈസിലൂടെ നമ്മൾ ഈച്ചയൊക്കെ പറന്ന് നമ്മുടെ ഫുഡിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഓടിച്ചു വിട്ടിട്ട് അത് കഴിക്കും അല്ലേ? അങ്ങനെ കഴിക്കാറുണ്ടോ? കഴിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല ആ ഈച്ച കൊണ്ടുവന്നത് ടൈഫോയിഡിന്റെ മൈക്രോ ഓർഗാനിസം ആയിരുന്നു. അത് നമുക്ക് ടൈഫോയിഡ് വരുത്തുന്നു. ഒക്കെ നിങ്ങൾക്കറിയാം, ഇടയ്ക്ക് വന്നിട്ട് ബാംഗ്ലൂർ ഒരുപാട് രോഗികളാണ് ടൈഫോയിഡ് ഡിറ്റക്ട് ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഇത് ക്ലിയർ ആയി. ഇനി മറക്കോ, ടൈഫോയിഡ് ഫീവർ എങ്ങനെയാണ് പടരുന്നതെന്ന്? ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫീക്കോ ഓറൽ റൂട്ട്. ഇതുപോലെ മീസൽസ്, പെർട്ടുസിസ് എന്ന് വെച്ചാൽ അതർ നെയിം എന്താണ്? വൂഫിംഗ് കഫ്. വൂഫിംഗ് കഫ്, അതർ നെയിം ഓഫ് പെർട്ടുസിസ് ഈസ് വൂഫിംഗ് കഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. ഞാനത് അതിൻ്റെ ബാക്കി ടോപ്പിക്സിലോട്ട് പോകുന്നില്ല. ഞാൻ ഒന്ന് മാത്രം റിമൈൻഡ് ചെയ്യുന്നു. ദീസ് ഓൾ 4 ടോപ്പിക്സ് ടു ബി സ്റ്റഡീഡ് ഫോർ 5 മാർക്സ്. Next question, the group of metabolic disorders characterized by elevated levels of blood glucose. Answer it. Try to answer it. What is the answer for that question? It's a metabolic disorder. Metabolic disorder എന്ന് പറയുമ്പോൾ it is related to our inner process, endocrine related disease ആണിത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന 4 ഓപ്ഷനും എൻഡോക്രൈൻ ഡിസീസ് തന്നെയാണ്. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, SIADH സിൻഡ്രോം ഓഫ് ഇൻഅപ്രോപ്രിയേറ്റ് സെക്രീഷൻ ഓഫ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ഇത് രണ്ടും എന്താണ്? ADHന്റെ സെക്രീഷൻ കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ് അല്ലെ, എൻഡോക്രൈൻ ഡിസോർഡറിൽ വരുന്നതാണ്. അടുത്ത ഓപ്ഷൻ എന്താണ്? ഡയബറ്റിസ് മെൽറ്റസ്. എന്താണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്? ലെവൽ ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ഈസ് ഇൻക്രീസ്ഡ്. ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് എപ്പോഴാണ്? അത് ഏത് പേഷ്യൻസിലാണ് ഉണ്ടാകുന്നത്? ഇറ്റ് ഈസ് ഡ്യൂറിങ് ഡയബറ്റീസ് മെലിറ്റസ് അല്ലെ, നമ്മുടെ ഷുഗർ പേഷ്യൻസിനാണ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നത്. സോ ഈസിലി നമുക്ക് അതാണ് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇത് എല്ലാ ക്വസ്റ്റ്യനും ഡയബറ്റീസ് മെലിറ്റസ് 10 മാർക്ക് ക്വസ്റ്റ്യൻ, ഹൈപ്പർ തൈറോയിഡിസം ആൻഡ് ഹൈപ്പോ തൈറോയിഡിസം 5 മാർക്ക് ക്വസ്റ്റ്യൻ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ്, ഡയബറ്റീസ് മെലിറ്റസ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ, SIADH 5 മാർക്ക് ക്വസ്റ്റ്യൻ, ഡയബറ്റീസ് ഇൻസിപ്പിഡസ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഓക്കെ, very important 4 topics you have to study. Next one, valve in the heart between left atrium and left ventricle. Clear? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലുള്ള വാൾവ് ഏതാണ്? നമുക്ക് ഹാർട്ടിൻ്റെ സ്ട്രക്ചർ അറിയാം, ഹാർട്ട് പോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അല്ലേ. റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിന് ഇടയ്ക്കുള്ളൊരു വാൾവുണ്ട്, 3 ഇതളുള്ളതാണ്. അതിനെന്ത് പറയുന്നു? ട്രൈകാസ്പിഡ് വാൾവ് എന്ന് പറയുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയ്ക്കൊരു 2 ഇതളുള്ള വാൾവുണ്ട്, അതിനെന്ത് പറയുന്നു? ബൈകാസ്പിഡ് എന്ന് പറയുന്നുണ്ട്. ബൈകാസ്പിഡ് എന്ന് പറയുന്നു. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ലെഫ്റ്റ് ഏട്രിയത്തിന് ലെഫ്റ്റ് വെൻട്രിക്കിളിന് ഇടയിലുള്ള വാൾവ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ എ, ബൈകാസ്പിഡ്. ക്ലിയർ?
ഇനി നമുക്ക് രണ്ട് സെമിലൂണാർ വാൾവുകളുണ്ട്. നമ്മുടെ പൾമണറി ആർട്ടറിയിലോട്ട് പോകുന്ന സെമിലൂണാർ വാൾവ് ഉണ്ട്, അയോട്ടോയിലോട്ട് ഉള്ള സെമിലൂണാർ വാൾവ് ഉണ്ട്. അതിനെ എന്ത് പറയുന്നു? അയോട്ടിക് വാൾവ് ആൻഡ് പൾമോണിക് വാൾവ് എന്നാണ് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ എ, ബൈകാസ്പിഡ് വാൾവ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ അല്ലേ? ആണ്. അനാട്ടമി നമ്മളിവിടെ റിവൈസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സിലബസിലുണ്ട് ഓരോ ചാപ്റ്റേഴ്സിലും. ആദ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ച അനാട്ടമി ഫിസിയോളജി നമ്മൾ റിവൈസ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ അതിന്റെ അബ്നോർമാലിറ്റീസിലോട്ട് പോകുന്നത്. അപ്പം നമ്മൾ നോർമൽ സ്ട്രക്ചറും അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏർലി മാനിഫെസ്റ്റേഷൻ സീൻ ഇൻ chronic bronchitis is, so it is related to what? It is related to respiratory ആണ് bronchitis. What is meant by bronchitis? Infection and inflammation of the bronchi or bronchus. അത് acute bronchitis ഉണ്ട്, chronic bronchitis ഉണ്ട്. ഈ chronic bronchitis നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? during COPD, chronic obstructive pulmonary disease. 10 mark essay, COPD. Okay, COPD very very important. 10 mark essay we have to study. In that COPD, two diseases we are studying. What are they? Chronic bronchitis and emphysema. രണ്ട് ഡിസീസ് ഉണ്ട്. ഇതിൽ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ക്രോണിക് നമ്മുടെ COPD essay ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്തുകൊണ്ടാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസിന്റെ സിംറ്റംസ് ഇന്നതായത് എന്നുള്ളത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? പ്രൊഡക്റ്റീവ് കഫ് ഉണ്ട്, ചെസ്റ്റ് പെയിൻ ഉണ്ട്, വീസിംഗ് ഉണ്ട്, ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ട്. ക്ലിയർ? ചെസ്റ്റ് ടൈറ്റ്നസ്. ഇതിൽ ക്വസ്റ്റ്യൻ ഏർലി മാനിഫെസ്റ്റേഷൻ എന്നുള്ളതാണ്. അതായത് ആദ്യമുള്ള മാനിഫെസ്റ്റേഷൻസിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതാണ്. ചെസ്റ്റ് പെയിൻ ഒക്കെ ലേറ്റർ ആണ് വരുന്നത്. ആദ്യം നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ നമ്മുടെ റെസ്പിറേറ്ററി എയർവേ ട്രാക്ട്, അതായത് ബ്രോങ്കൈ അല്ലെങ്കിൽ ബ്രോങ്കസിൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യും. മ്യൂക്കസ് മീൻസ് കഫ് ഉണ്ടാകും അല്ലെ? മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? ആ സെക്രീഷൻസ് പുറത്തോട്ട് കളയാൻ വേണ്ടി നമുക്ക് ചുമയുണ്ടാകും. അതും സെക്രീഷൻസ് ഉള്ള കഫ്, അതിനെയാണ് പ്രൊഡക്റ്റീവ് കഫ് എന്ന് പറയുന്നത്. സെക്രീഷൻ ഇല്ലാത്ത കഫിനെ എന്ത് പറയും? ഡ്രൈ കഫ് എന്ന് പറയും. ഓക്കെ, ഇവിടെ ക്രോണിക് ബ്രോങ്കൈറ്റിസിൽ കണ്ടിന്യൂസ് മന്ത്സ് ഇയേഴ്സ് അവിടെ എന്തുണ്ടാകുന്നു? പേഷ്യൻറ്റിന് കണ്ടിന്യൂസ് ചുമയുണ്ടാകുന്നു. ദാറ്റ് ഓൾസോ പ്രൊഡക്റ്റീവ് കഫ് ഉണ്ടാകുന്നു. സോ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഏർലി സിംറ്റം ഈസ് ഓപ്ഷൻ എ ഇൻ ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഞാൻ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ COPD പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വൈ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓൺവേർഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ ഡിസീസസും പഠിച്ചിരിക്കണം. അല്ലാതെ കുറേ ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടത്തില്ല. നിങ്ങൾ ഓരോ ഡിസീസസും മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിസോർഡർ ഇൻ വിച്ച് ദർ ഈസ് റിഡക്ഷൻ ഓഫ് ബോൺസ് ഡെൻസിറ്റി. എന്താണ് ബോൺ ഡെൻസിറ്റി? ബോണിൻ്റെ ബലം, ബോണിൻ്റെ തിക്നെസ്, ബോണിൻ്റെ വെയിറ്റ് അത് കുറയുന്നു. കണ്ടിന്യൂസ്ലി ബോൺ ഡെൻസിറ്റി കുറയുകയാണ്. ദ റേറ്റ് ഓഫ് ബോൺ റിസോർപ്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ബോൺ ഫോർമേഷൻ. നിങ്ങൾക്കറിയാം ബോണിൽ നമുക്ക് പല ഡിസീസസ് ഉണ്ട്. നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ബോണിൽ അല്ലെങ്കിൽ നമ്മുടെ മസ്കുലോസ്കെലറ്റൻ ഡിസോർഡറിൽ പഠിക്കുന്ന 10 മാർക്കിൻ്റെ essay ആണ് നമ്മുടെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആൻഡ് ഓസ്റ്റിയോപോറോസിസ് fracture. Important 10 mark essay. Fracture many times they have asked. Okay, fracture. ഇതിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോപോറോസിസും തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. റുമറ്റോയിഡ് ആർത്രൈറ്റിസ് റൊമാറ്റിക് ഫീവർ തമ്മിലുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. റൊമാറ്റിക് ഫീവർ എന്താണ്? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ വരുന്നതാണ്. റൊമാറ്റിക് ആർത്രൈറ്റിസ് ജോയിൻസിൽ വരുന്ന ഇൻഫെക്ഷനാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഫ്രാക്ചർ 10 മാർക്കിന് ചോദിക്കാം. ഓസ്റ്റിയോപോറോസിസ് 10 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബോണിൻ്റെ ബലം കുറയുന്നു. ബോണിലെ കാൽസ്യവും ഫോസ്ഫേറ്റും ഒക്കെ വന്ന് അടിഞ്ഞുകൂടുന്നത് കുറയുകയും ബോണിൽ നിന്നും കാൽസ്യവും ഫോസ്ഫേറ്റും ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് ബ്ലഡിലോട്ട് പോകുന്നത് കൂടുകയും ചെയ്യുന്നു. അതായത് ഡീമിനറലൈസേഷൻ കൂടുന്നു ദാൻ മിനറലൈസേഷൻ. മിനറലൈസേഷൻ മീൻസ് ആഡിങ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫേറ്റ് ടു ദ ബോൺ. സോ ബോണിൻ്റെ സ്ട്രെങ്ത് കൂടും.
ദാറ്റ് ഈസ് മിനറലൈസേഷൻ. ബോണിൽ നിന്നും കാൽസ്യം ഫോസ്ഫേറ്റ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് അത് ബ്ലഡിലോട്ട് പോയി കഴിയുന്നതിന് എന്ത് പറയുന്നു? ഡീമിനറലൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? എല്ലിൻ്റെ ബലം കുറയും, അല്ലെങ്കിൽ ബോണിൻ്റെ ബലം കുറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഡിസീസ് അതെന്താണ്? അതാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അതായത് എല്ലിൻ്റെ അല്ലെങ്കിൽ ബോണിൻ്റെ ഡെൻസിറ്റി കുറയുന്നു, ബോണിൽ ഗ്യാപ്പ് വരുന്നു, ബോണിൻ്റെ ബലം കുറയുന്നു. ഇറ്റ് ഈസ് മോർ പ്രോൺ ടു ഗെറ്റ് ഫ്രാക്ചർ. ആ ഡിസീസാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. വെൻ വി ആർ ഡീലിംഗ് വിത്ത് ദാറ്റ് ഡിസീസസ് ഐ വിൽ എക്സ്പ്ലെയിൻ വെരി ഡീറ്റെയിൽലി ദാറ്റ്. നെക്സ്റ്റ് വൺ, എ കണ്ടീഷൻ ഇൻ വിച്ച് arteries become narrowed. Okay, arteries, point out this, arteries become narrowed and hardened due to an excessive buildup of plaque. What is meant by plaque? That fatty substance is accumulating inside the arterial wall. This is an artery, so blood will flow through this. Usually blood will flow through this. If we have high cholesterol, it will accumulate in the wall of the artery. Day by day the thickness of the plaque അല്ലെങ്കിൽ that cholesterol will be increasing, so there is spaces between in the artery, it will be reducing. That's why we are telling artery become narrowed, and the wall should be, ആർട്ടറിയുടെ wall എന്തായിരിക്കണം? നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതായിരിക്കും. എന്നാൽ മാത്രമേ അതിങ്ങനെ വേവ് ലൈക്ക് മൂവ് ആയിട്ട് ബ്ലഡ് ഒഴുകി പോകത്തുള്ളൂ. സോ അതിന് ആ ആർട്ടറിയുടെ വോൾ തിക്കാവുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ബ്ലഡ് നന്നായിട്ട് ഒഴുകി പോകുന്നില്ല, ബ്ലഡ് നാരോഡ് ആയിട്ട് മാറുന്നു. ഈ ഡിസീസ് ഏതാണത്? അപ്പം പ്രത്യേകിച്ച് ഓർക്കുക, ആർട്ടറിയെ കുറിച്ചാണ് പറയുന്നത്, വെയിൻ അല്ല. സോ ഫസ്റ്റ് ഓപ്ഷൻ വാരിക്കോസ് വെയിൻ, സോ നോട്ട് ദിസ് വൺ. Aneurysm, what is meant by aneurysm? 10 mark essay, 5 mark essay, 2 mark essay, 2 mark notes and one word question. Aneurysm, very very important. And aneurysm എന്ന് പറഞ്ഞാൽ എന്താണ്? It is a bulging or protrusion. This is an artery. ഇതിങ്ങനെയാണ് പോവേണ്ടത്. This is an artery, but some arteries become protrude like a balloon. In some areas it become a protrusion. That means ഒരു ബലൂൺ പോലെ ആർട്ടറീസിന്റെ സൈഡ് വീർത്തു വരുന്നു. അതിനെയാണ് നമ്മൾ അന്യൂറിസം എന്ന് പറയുന്നത്. അന്യൂറിസം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഡിസീസ്. അപ്പോൾ അതും അല്ല ഈ ഡിസീസ് എന്ന് ഇതിന്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, അതെറോസ്ക്ലീറോസിസ്, 10 മാർക്ക് essay, 5 മാർക്ക് essay, 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ. Atherosclerosis, very very important. Today we will learn atherosclerosis if we have time. Okay, next one, venous thrombosis. So venous is not a correct answer. Correct option, atherosclerosis. Atherosclerosis, what is meant by atherosclerosis? The accumulation of fat inside the wall of the arteries and forming plaque, and naturally after a long period it will narrow the blood vessels and thicken the artery wall. This is atherosclerosis, and this is the first step of myocardial infarction. Atherosclerosis ഡെവലപ്പ് ചെയ്യുന്നു, അതിനുശേഷം അഞ്ചൈന പെക്ടോറിസ് ഉണ്ടാകുന്നു. ആൻജോന പെക്ടോറിസിന്റെ ഫലമായിട്ട് ലേറ്റർ സ്റ്റേജ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിക്കുന്നു. You know these all three are very important. 10 mark question, 5 mark question. Okay, so correct option C, atherosclerosis. Okay, next question, fluid filled lesion less than 0.5 centimeter is called. അതായത് സിസ്റ്റത്തിൽ വരുന്ന ഡിസീസാണ്. ഇറ്റ് ഈസ് ഇൻ ദ ഇൻഡഗമെന്ററി സിസ്റ്റം. ഓക്കെ, മാക്യൂൾ, നോഡ്യൂൾ, പാപ്യൂൾ, വെസിക്കിൾ, സ്കാർ, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ആ പിക്ചർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ പിക്ചറിൽ നിന്ന് തന്നെ നിങ്ങൾ ആൻസർ കണ്ടെത്തിയാൽ മതി. ഒരു മിനിറ്റ്, ഞാൻ ആ പിക്ചർ ഒന്ന് എടുക്കട്ടെ. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒൺവേർഡ് ക്വസ്റ്റ്യന് ചോദിക്കാവുന്ന, അല്ലെങ്കിൽ 2 മാർക്കിന് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാവുന്ന ഒരു പോർഷനാണ്. പിന്നെ ഇൻഡഗമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ 5 മാർക്കിന് സോറിയാസിസ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ബേൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10 മാർക്കിൻ്റെ എസ്സേ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കിൻ ലീഷൻസ്. അതിൽ പ്രൈമറി ലീഷൻസിൽ വരുന്ന ടൈപ്സുകളാണ് ഇവിടെ നോക്കുക. ഫസ്റ്റ് വൺ, മാക്യൂൾ അല്ലെങ്കിൽ മാക്യൂൾ പാച്ച്, ഫ്ലാറ്റ് നോൺ പാൽപ്പബിൾ സ്കിൻ കളർ ചേഞ്ച്. അവിടെ എന്താണ്? അവിടെ പുറമേ നമ്മുടെ സ്കിന്നിന് ഒരു കളർ ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ്സ് എ പാച്ച്. ഓക്കെ, അവിടെ പ്രൊജക്ഷൻസോ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി ഒന്നുമില്ല. ഗ്രേറ്റർ ദാൻ 1 സെന്റിമീറ്റർ ആണ്. ജസ്റ്റ് സ്കിൻ ഡിസ്കളറേഷൻ. അപ്പോൾ അതല്ല ആൻസർ. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? മാക്യൂൾ അല്ല, അടുത്ത് നോഡ്യൂൾ ആയിരുന്നു, അടുത്ത് പാപ്യൂൾ ഉണ്ട് അല്ലേ?
ഇവിടെ രണ്ടാമത്തെ പാപ്യൂൾ. പാപ്യൂൾ നോക്കുക, എലിവേറ്റഡ് പാൽപ്പബിൾ സോളിഡ് മാസ്ക്. എലിവേറ്റഡ് പാൽപ്പബിൾ സോളിഡ് മാസ്ക്. അതിന്റെ ഒരു പ്രത്യേകത അവിടെ ഫ്ലൂയിഡ് ഫിൽഡ് അല്ല. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പാപ്യൂളിന്റെ സൈസ് ലെസ് ദാൻ 0.5 സെന്റിമീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉള്ളതുപോലെ ലെസ് ദാൻ 0.5 സെന്റിമീറ്റർ തന്നെയാണ് അതിന്റെ സൈസ്. പക്ഷെ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് ലീഷനാണ്, അതായത് വെള്ളം കൊണ്ട് പൊങ്ങി നിൽക്കുന്ന ലീഷനാണ്. പക്ഷെ ഇവിടെ പാപ്യൂൾ എന്താണ്? ഇറ്റ് ഈസ് എ സോളിഡ് മാസ്, അതായത് പാൽപ്പബിൾ ആയിട്ടുള്ള കട്ടിയുള്ള ടിഷ്യൂ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അവിടെ വെള്ളമല്ല നിറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത നൊഡ്യൂൾ. നൊഡ്യൂൾ എന്തായിരുന്നു? അതും 0.5 to 2 സെന്റിമീറ്റർ ആണ്, മോർ ദാൻ 0.5 ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? പാൽപ്പബിൾ ആണ്, സോളിഡ് മാസ് ആണ്. പക്ഷെ തേർഡ് ഓപ്ഷൻ വെസിക്കിൾ നോക്കിയേ. വെസിക്കിൾ ഇറ്റ് ഈസ് സർക്കംസ്ക്രൈബ്ഡ് എലിവേറ്റഡ് പാൽപ്പബിൾ മാസ് കണ്ടെയ്നിങ് സീറസ് ഫ്ലൂയിഡ്. വെള്ളമടങ്ങിയ പാൽപ്പബിൾ ആയിട്ടുള്ള മാസ് ഇസ് ലെസ് ദാൻ 0.5 സെന്റിമീറ്റർ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതല്ലേ ചോദിച്ചിരിക്കുന്നത്? 0.5 സെന്റിമീറ്ററിനേക്കാൾ വലിപ്പം കുറഞ്ഞിട്ട് സീറസ് ഫ്ലൂയിഡ്, വെള്ളം നിറഞ്ഞ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള മാസ്, അതേതാണ്? വെസിക്കിൾ. സോ കറക്റ്റ് ഓപ്ഷൻ വെസിക്കിൾ. കിട്ടിയോ? അപ്പൊ ഇത് അറിയണമെങ്കിൽ, ഈ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് പഠിക്കണമായിരുന്നു? ആ എല്ലാ ലീഷൻസും, പ്രൈമറി ലീഷൻസ്, സെക്കൻഡറി ലീഷൻസ് നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ചിരിക്കണം. ഓക്കെ. അതുപോലെ ഇതിൽ ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാൻ, 2 മാർക്കിന് ചോദിക്കാനും ചാൻസ് ഉള്ളതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, വെസിക്കിൾ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആകുന്നുണ്ടോ? ആൻസർ ഒന്നുമില്ല. ശരി, നെക്സ്റ്റ് വൺ, അബ്സോർബിൾ സ്യൂച്ചർ മെറ്റീരിയൽ. നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ്സ്. ആ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് യൂണിറ്റ്സ് തന്നെ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ കുറേ നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അങ്ങ് വേണ്ടാന്ന് വെച്ച് ഇടുന്നതാണ്. പക്ഷെ അതിനകത്ത് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയേഴ്സ് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ആ പോർഷനിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദിസ് വൺ, ഇൻട്രൊഡക്ഷൻ ടു മെഡിക്കൽ സർജിക്കൽ എസെപ്സിസ്. മെഡിക്കൽ സർജിക്കൽ ആൻഡ് എസെപ്സിസ്, മെഡിക്കൽ എസെപ്സിസ് ആൻഡ് സർജിക്കൽ എസെപ്സിസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, 5 മാർക്കിന് ഇൻഫ്ലമേഷൻ ഇൻഫെക്ഷൻ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വൂണ്ട് ഹീലിംഗ് ആൻഡ് സ്റ്റേജസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടെക്നിക് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നെക്സ്റ്റ് പിന്നെ ഉള്ളത് പ്രീ ഓപ്പറേറ്റീവ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആണ്. അതും വളരെ ഇമ്പോർട്ടൻറ്റ്. പ്രീ ഓപ്പറേറ്റീവ് ടീച്ചിങ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് മെഡിക്കേഷൻസ് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നമ്മുടെ ആ ഫസ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് നമ്മൾ കമ്പൈൻ ചെയ്താണ് പഠിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ. അതിനകത്ത് നമ്മൾ ഒ.ടിയുടെ പ്രിൻസിപ്പിൾസ്, ഒ.ടി സ്റ്റാഫ്സിന്റെ റെസ്പോൺസിബിലിറ്റീസ്, പൊസിഷൻ ആൻഡ് ഡ്രേപ്പിംഗ്, അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. പൊസിഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ്, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡിലെ ഇൻസ്ട്രുമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒ.ടിയുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ പിക്ചേഴ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എൻ്റെ നോട്ട്സ് തരാം. അത് കഴിഞ്ഞിട്ട് സ്യൂച്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻറ്റ്. 5 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക് 10 മാർക്കിനൊന്നും വരത്തില്ല, 5 മാർക്ക്. സ്യൂച്ചേഴ്സ് ആൻഡ് സ്യൂച്ചർ മെറ്റീരിയൽ ചോദിക്കും. പിന്നെയുള്ളത് ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് ഇക്വിപ്മെൻറ്റ് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗൗണിങ്, മാസ്കിങ്, ഗ്ലൗവിങ് ഇതെല്ലാം നിങ്ങളുടെ പ്രാക്ടിക്കൽ സൈഡ് ചോദിക്കുന്നതാണ്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഒ.ടി പ്രിവെൻഷൻ ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻ ദ ഒ.ടി 5 മാർക്കിന്. റെയറാണ്, പക്ഷെ 1-2 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് യൂണിറ്റിനകത്ത് വരുന്നതാണ് സ്യൂച്ചർ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ പഠിപ്പിക്കുന്ന സമയത്ത് സ്യൂച്ചർ മെറ്റീരിയൽസും അതിൻ്റെ പിക്ചേഴ്സും അതിൻ്റെ ടൈപ്സും എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എഴുതാം. അബ്സോർബിൾ സ്യൂച്ചർ മെറ്റീരിയൽ. നിങ്ങൾക്കറിയാം, പണ്ട് കാലത്ത് നമുക്കൊരു മുറിവ് വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്യൂച്ചർ ചെയ്യുമ്പോൾ അത് നമ്മളൊരു 2 ആഴ്ച കഴിയുമ്പോൾ ചെന്ന് ആ സ്റ്റിച്ച് റിമൂവ് ചെയ്യാൻ പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ല. ആ സ്യൂച്ചർ അങ്ങനെ റിമൂവ് ചെയ്യാൻ പോകണ്ട. കാരണം ഇപ്പോൾ അബ്സോർബിൾ ആയിട്ടുള്ള സ്യൂച്ചറാണ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ തന്നെ അത് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള സ്യൂച്ചർ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ഏത്? സിൽക്ക് അങ്ങനെ അബ്സോർബ് ആകുന്നതാണോ? അല്ല. മെറ്റൽ വയർ അബ്സോർബ് ആകുമോ? ഇല്ല. ലിനൻ ക്ലോത്ത് അബ്സോർബ് ആകുമോ? ഇല്ല. പക്ഷേ
ഓപ്ഷൻ ബി കാറ്റ് ഗട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ സ്യൂച്ചർ മെറ്റീരിയൽ. ഇറ്റ്സ് അബ്സോർബിൾ സ്യൂച്ചർ. ഞാൻ അബ്സോർബിളും നോൺ അബ്സോർബിളും ആയിട്ടുള്ള സ്യൂച്ചർ മെറ്റീരിയൽ ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടൈപ്സ് ഏതൊക്കെയാണ്, എല്ലാം ഞാനത് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമ്മളുടെ ഓൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ അത്രയും പോകുന്നില്ല, കാരണം ഓൺ വേർഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് നെക്സ്റ്റ്, ദ കോസേറ്റീവ് ഏജന്റ് ഓഫ് പൾമണറി ട്യൂബർക്ലോസിസ് 10 മാർക്ക് എസ്സേ. അതായത് ഈ പൾമണറി ട്യൂബർക്ലോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പഠിക്കാനുള്ള 2 ചാപ്റ്ററുകൾ വരുന്നുണ്ട്. ഒന്ന് റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിൽ വരുന്നുണ്ട്. ഒപ്പം നമ്മുടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അതിലും വരുന്നുണ്ട്. പൾമണറി ട്യൂബർക്ലോസിസും ട്യൂബർക്ലോസിസും 2 ടൈപ്പിൽ 2 ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. 10 മാർക്കിന്റെ എസ്സേ ആണ്. അതിലുള്ള ട്രീറ്റ്മെന്റ് മാത്രം ഡോട്ട്സ് തെറാപ്പി, ഡയറക്ട്ലി ഒബ്സർവ്ഡ് ട്രീറ്റ്മെന്റ് സ്കീം ഡോട്ട്സ് തെറാപ്പി, അത് മാത്രം തന്നെ 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു പൾമണറി ട്യൂബർക്ലോസിസ് പരത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ കോസേറ്റീവ് ഏജന്റ് അത് വരുത്തുന്ന രോഗമാണ് ഏതാണ്? ന്യൂമോകോക്കസ് ആണോ, ഈക്കോളൈ ആണോ, മൈക്കോബാക്ടീരിയം ആണോ, സ്ട്രെപ്റ്റോകോക്കസ് ആണോ? ഏതാണ്? ഈസി, നമ്മൾ പണ്ടുകാലം മുതലേ പഠിച്ചിട്ടുള്ളതാണ്. ട്യൂബർക്ലോസിസ് ഈസ് സ്പ്രെഡഡ് ബൈ മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലൈ. Okay, this is microorganism of pulmonary tuberculosis. Actually it's wonderful question. So in this question paper, no, everything, all questions are expected question only. So നമ്മൾ important questions മാത്രം നോക്കി പഠിച്ചാൽ പോലും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് 90% മാർക്ക് 95% മാർക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റുന്ന പോർഷനാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കംപ്ലീറ്റ്ലി എല്ലാ ക്വസ്റ്റ്യൻസും. അത്രയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എല്ലാത്തിലും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിറ്റ്സ് ബാത്ത്. നിങ്ങൾ ഫണ്ടമെന്റൽസിൽ 2nd സെം പഠിച്ചപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രൊസീജിയർ പഠിച്ചിട്ടുണ്ടാവും. അതായത് പോസ്റ്റ് ഓപ്പറേറ്റീവുള്ള പേഷ്യൻസിന്, അതായത് ഈ എപ്പിസിയോട്ടമി. എന്താണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്? നമ്മുടെ ഡെലിവറി, വെജൈനൽ ഡെലിവറിയുടെ സമയത്ത് കുഞ്ഞിൻ്റെ തല നല്ല ഈസി ആയിട്ട് പുറത്തോട്ട് വരാൻ വേണ്ടി പെരീനിയൽ മസിൽസിൽ ചെറിയ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിനാണ് എപ്പിസിയോട്ടമി എന്ന് പറയുന്നത്. അതുപോലെ ഹെമറോയിഡ് സർജറീസ്, ഇതുപോലെ പെരീനിയൽ ഏരിയയിലുള്ള സർജറീസ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പേഷ്യൻസിൻ്റെ വാം വാട്ടറിൽ നമ്മുടെ ഈ ഒരു പെരീനിയൽ ഏരിയ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്ന ഒരു പ്രൊസീജിയർ, അതിനാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഇതിൽ ഈ 4 സർജറിയിൽ ഏത് സർജറിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓൾറെഡി ഞാൻ ഓപ്ഷൻ പറഞ്ഞു കഴിഞ്ഞു. ഹെമറോയിഡക്ടമി. ഹെമറോയിഡ്സ് എന്താണ്? നമ്മുടെ റെക്റ്റത്തിലെ ബ്ലഡ് വെസൽസ് ബൾജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് വീർക്കുമ്പോൾ ഡയലേറ്റ് ചെയ്യുന്നതിനാണ് ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത്. അത് റിമൂവ് ചെയ്യുന്ന സർജറിയാണ്. എക്ടമി എന്നുള്ള വേർഡ് തന്നെ എന്താണ്? റിമൂവൽ എന്നർത്ഥം. ഓക്കെ, ഓട്ടമി എന്ന് പറഞ്ഞാൽ മേക്കിംഗ് എ ഹോൾ എന്നർത്ഥം. എക്ടമി റിമൂവൽ, ഓട്ടമി മേക്കിംഗ് എ ഹോൾ. കൊളോസ്റ്റോമി, സ്റ്റോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കിംഗ് എ സ്റ്റോമ, ദാറ്റ് മീൻസ് മേക്കിംഗ് എ ഹോൾ, അത്രയേ ഉള്ളൂ. എക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്ട്രക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് ഹിസ്ട്ര എന്ന് പറഞ്ഞാൽ യൂട്രസ് റിമൂവ് ചെയ്യുന്നു, ഹിസ്ട്രക്ടമി. ഹെമറോയിഡ് റിമൂവ് ചെയ്യുന്നു, അതിന് ഹെമറോഡക്ടമി. അപ്പൻഡക്ടമി എന്ന് പറഞ്ഞാൽ എക്ടമി എന്ന് പറഞ്ഞാൽ റിമൂവിങ് അപ്പൻഡിക്സ്. കൊളോസ്റ്റോമി എന്ന് പറഞ്ഞാൽ ഒമിറ്റോസ്റ്റോമി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മേക്കിംഗ് എ ഹോൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹിസ്ട്രക്ടമി നമ്മുടെ അബ്ഡോമിനിലൂടെയാണ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമുക്ക് പെരീനിയൽ സിറ്റ്സ് ബാത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൻഡിക്സും വയറിൻ്റെ ലോവർ അബ്ഡോമിനിലാണ് ചെയ്യുന്നത്. ഹെമറോഡക്ടമി ചെയ്യുന്നത് റക്റ്റത്തിലാണല്ലോ. സോ സിറ്റ്സ് ബാത്ത് വി ആർ ഗിവിംഗ് ഫോർ ഹെമറോഡക്ടമി പേഷ്യൻസ് ആഫ്റ്റർ സർജറി കഴിഞ്ഞതിന് ശേഷം ഹീലിംഗ് ഫാസ്റ്റ് ആക്കുന്നതിനും മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നതിനും ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുന്നതിനും വേദന കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നതാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ആ ഓരോ ഡിസീസസ് പഠിക്കുമ്പോൾ അവിടെ പഠിക്കും. അപ്പൻഡിസൈറ്റിസ് 5 മാർക്കിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൊളോസ്റ്റമി 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹെമറോയിഡ്സ് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹിസ്ട്രക്ടമി നമ്മുടെ മാനേജ്മെന്റിനകത്ത് മാത്രം, യൂട്രൈൻ ഫൈബ്രോയിഡ് പഠിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ഒരു മാനേജ്മെന്റ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അല്ലാതെ സെപ്പറേറ്റ് ചോദിച്ചിട്ടില്ല 5 മാർക്കിനൊന്നും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻക്രീസ്ഡ് വൈറ്റ് ബ്ലഡ് സെൽസ് ആർ സീൻ ഇൻ ക്ലിയർ ബ്ലഡ് സെൽസ്. അതായത് നമ്മൾ ബ്ലഡ് ഡിസോർഡേഴ്സ്, നമ്മുടെ ഒരു ചാപ്റ്റർ ആണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ്. 10 മാർക്കിനോ 5 മാർക്കിനോ 10 മാർക്കിന് റെയർ ആണ്, എന്നാലും ചോദിക്കാൻ ചാൻസ് വളരെ ടഫ് ആക്കണമെന്ന് വിചാരിച്ചാൽ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബ്ലഡ് ഡിസോർഡേഴ്സ്. അതിൽ
അനീമിയയുടെ ടൈപ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലീഡിങ് ഡിസോർഡേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസാണ്. ഹെപ്പറ്റൈറ്റിസ് അതൊക്കെ ചോദിക്കാം അതിനകത്ത്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ. ഓക്കെ, അപ്പം ഇൻക്രീസ്ഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുതൽ നമ്മുടെ നോർമലി ബ്ലഡിലുള്ള വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ലൂക്കോസൈറ്റ്സ്, ആ പേര് വെച്ച് കമ്പയർ ചെയ്താൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ല്യൂക്കോസൈറ്റ്സ് എന്താണ്? അതാണ് WBC അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയുന്നത്. ഈ പീനിയ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ദാറ്റ് ഇൻഡിക്കേറ്റിംഗ് ഡിക്രീസ് എന്നർത്ഥം, ഡിക്രീസ്. ഓക്കെ, അപ്പോൾ ത്രോംബോസൈറ്റോ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ഡിക്രീസ് ചെയ്യുന്നതിനെയാണ് ത്രോംബോസൈറ്റോപീനിയ എന്ന് പറയുന്നത്. ന്യൂട്രോഫിൽസ്, WBCയിലെ തന്നെ ന്യൂട്രോഫിൽസ് കുറയുന്നതിനാണ് നമ്മൾ ന്യൂട്രോപീനിയ എന്ന് പറയുന്നത്. സോ ഇവിടെ ല്യൂക്കോ എന്നുള്ള വേർഡ് വരുന്നത് ഇതാണ്, ലുക്കീമിയ. വൈറ്റ് ബ്ലഡ് സെൽസ് കൂടുന്നതിന് എന്ത് പറയുന്നു? ലുക്കീമിയ എന്ന് പറയുന്നു. ക്ലിയർ? കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗാൾ ബ്ലാഡർ. നോർമലി 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. സിസ്റ്റൈറ്റിസ് ആൻഡ് കോളിസിസ്റ്റൈറ്റിസ് ചോദിക്കാം. കോളിസിസ്റ്റൈറ്റിസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോളിസിസ്റ്റൈറ്റിസ് ആൻഡ് കോളിലിത്തിയാസിസ് ചോദിക്കാം. ഓക്കെ, സിസ്റ്റൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ ഇൻഫ്ലമേഷൻ വരുന്നതിന് സിസ്റ്റൈറ്റിസ് എന്ന് പറയുന്നു. കോളിസിസ്റ്റൈറ്റിസ് എന്ന് വെച്ച് പറഞ്ഞാൽ ഇതാണ്, ഇറ്റ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗാൽ ബ്ലാഡർ. നമ്മുടെ ലങ്സിന്റെ ലങ്സിന്റെ അല്ല, ലിവറിന്റെ പിൻഭാഗത്തുള്ള ബൈല് സപ്ലൈ ചെയ്യുന്ന, സ്റ്റോർ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഗാൽ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിത്തസഞ്ചി എന്നറിയപ്പെടുന്ന ഗാൽ ബ്ലാഡർ അല്ലെ, അതിന്റെ ഇൻഫെക്ഷൻ വന്നാൽ അതിനെയാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ വന്നാൽ അതിനെ എന്ത് പറയുന്നു? കോളിസിസ്റ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ക്ലിയർ? കോളിസിസ്റ്റൈറ്റിസ്. സോ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ബി. 5 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെയാണ് കോളിസിസ്റ്റൈറ്റിസ്. ഓർത്തിരിക്കുക. സോ ദീസ് ആർ ദ 12 ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഇൻ ദ പ്രീവിയസ് എക്സാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഞാനിവിടെ ഒന്ന് നിങ്ങൾക്കൊരു അനലൈസിസ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു തരാം, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. നിങ്ങൾ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് MCQ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര MCQ കിട്ടും? കിട്ടത്തില്ല. ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കിട്ടത്തുള്ളൂ. കാരണം നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം എത്ര ക്വസ്റ്റ്യൻസ് സിമിലർ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ട്. നൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ഫ്രം ദ സിമിലർ ക്വസ്റ്റ്യൻസ്, സിമിലർ ചാപ്റ്റർ ഓർ സിമിലർ ടോപ്പിക്സ്. ഓക്കെ, എവറിഥിങ് ആസ്ക്ഡ് ഫ്രം ദ ഡിഫറെന്റ് പോർഷൻസ് ആൻഡ് ഡിഫറെന്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, നമുക്കിവിടെ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരുന്നു ചോദിച്ചത്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എൻഡോക്രൈൻ ഡിസീസ് നിന്നും. മൂന്നാമത് ചോദിച്ചത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്നും. നാലാമത് ചോദിച്ചത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ നിന്നും. അഞ്ചാമത് ചോദിച്ചത് മസ്കുലോസ്കെൽട്ടൻ ഡിസോർഡറിൽ നിന്നും. ആറാമത് ചോദിച്ചത് കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നിന്നും. ഏഴാമത് ചോദിച്ചത് ഇന്റർമെന്ററി സിസ്റ്റത്തിൽ നിന്നും. എട്ടാമത് ചോദിച്ചത് ഇൻട്രാ ഓപ്പറേറ്റീവ് കെയർ സെക്കൻഡ് യൂണിറ്റിൽ നിന്നും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് പൾമണറി ട്യൂബർക്ലോസിസ് റെസ്പിറേറ്ററി ഡിസോർഡർ. പത്താമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഹെമറോയിഡക്ടമി, അതും എന്താണ് സർജിക്കൽ ട്രീറ്റ്മെന്റിൽ വരുന്നതാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ, ഇൻട്രാ ഓപ്പറേറ്റീവ് കെയറിൽ വരുന്നതാണ്. നെക്സ്റ്റ് 11th വൺ ബ്ലഡ് ഡിസോർഡറിൽ നിന്നും ചോദിച്ചു. 12th വൺ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ചോദിച്ചു. സോ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് പഠിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് MCQs കിട്ടത്തില്ല. വി ഹാവ് ടു സ്റ്റഡി എവറിത്തിങ്. ഇനി നമുക്ക് essay ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. essay ക്വസ്റ്റ്യൻസ് ഞാൻ ഡീറ്റെയിലി എക്സ്പ്ലെയിൻ ചെയ്തിരും. കാരണം ഇത് ഈ ക്ലാസ് എൻ്റെ ക്രാഷ് കോഴ്സിലുള്ള സ്റ്റുഡൻസും കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഹൗ ടു ആൻസർ ആൻഡ് വാട്ട് ടു സ്റ്റഡി ഇൻ ദിസ് ടോപ്പിക്സ്. 13th ക്വസ്റ്റ്യൻ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് essay ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാം ഒരു essay ക്വസ്റ്റ്യൻ 15 മാർക്കാണ്. മിനിമം 6 or 7, മാക്സിമം നിങ്ങൾക്ക് 8 പേജ് എഴുതാൻ പറ്റിയാൽ 8. മിനിമം 6 ഉണ്ടാകണം, 6 pages ഉണ്ടാകണം. എന്നാലേ നിങ്ങൾക്ക് 8 or 9 മാർക്കെങ്കിലും കിട്ടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് 7 പേജും 6 or 7 പേജ് ഉണ്ടെങ്കിൽ 8 or 9 മാർക്ക് കിട്ടത്തുള്ളൂ. 6 or 7 പേജ്, അടുത്ത് 8 പേജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നിങ്ങൾക്ക് ഒരു 13 മാർക്ക്, നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 13 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. സോ അത് കണക്കാക്കി നിങ്ങൾ എഴുതി പോകണം. ക്ലിയർ? കണ്ടന്റും ഉണ്ടാകണം, വെറുതെ കഥ എഴുതി പോവുകയല്ല, കണ്ടന്റും ഉണ്ടാകണം. ക്ലിയർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുക. ഇവിടെ 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മാർക്കിങ്ങും അതുപോലെയാണ്. ഫസ്റ്റ് എ പാർട്ടിന് 5 മാർക്കാണ്, അതനുസരിച്ചുള്ള കണ്ടന്റ് അവിടെ ഉണ്ടായിരിക്കണം. ബി പാർട്ടിന് 4 മാർക്സ് ആണ്. സി പാർട്ടിന് 6 മാർക്സ് ആണ്. അപ്പോൾ ഓരോ പാർട്ടും അതനുസരിച്ച് നിങ്ങൾ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ടോപ്പിക്, ലിസ്റ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. ക്ലിയർ? ഞാൻ എൻ്റെ നോട്ട് എടുക്കട്ടെ, 1 മിനിറ്റ്.
നിങ്ങൾ നമ്മുടെ മസ്കുലോസ്കെൽറ്റൻ്റെ യൂണിൻ്റെ ചാപ്റ്ററാണ്. ക്രാഷ് കോഴ്സിനുള്ള കുട്ടികൾക്ക് ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്ന നോട്ട്സാണ്. കാരണം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോട്ട്സാണ് കേട്ടോ. ഓക്കെ, ഫ്രാക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും കൂടെ എടുക്കുകയാണ്. നമ്മളിത് രണ്ടും വെച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഫ്രാക്ചർ മസ്കുലോസ്കെൽറ്റൻ. ഓക്കെ, മസ്കുലോസ്കെൽറ്റൻ മസ്കുലോസ്കെൽറ്റൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് ഈ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് മസ്കുലോസ്കെൽറ്റനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ പഠിക്കേണ്ട പോർഷൻസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ഈ എസ്സേ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും വേണം. അരമണിക്കൂർ കൂടിയേ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഉള്ളൂ. എന്നാലും ഞാൻ ഇതിൻ്റെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും. ഇല്ലാത്തത് അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ അടുത്ത ക്ലാസ്സിനകത്ത് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫ്രാക്ചർ ഈസ് എ കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ് ഡിസ്റപ്ഷൻ in the continuity of the bone structure and is defined according to its time and extent. അതായത് ഫ്രാക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ല് പൊട്ടുക, എല്ലിൻ്റെ തുടർച്ച നഷ്ടപ്പെടുക, അതിനെയാണ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. എന്നാൽ അത് പല ടൈപ്പ് ഉണ്ട്. ഫ്രാക്ചർ ഒക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? when the bone is subjected to stress greater than it can absorb. അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഫോഴ്സ് അതിന്മേലെ വന്നാൽ അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ ഫ്രാക്ചർ ഉണ്ടാകുന്നത്. ഫ്രാക്ചേഴ്സ് മേ ബി കോസ്ഡ് ബൈ ഡയറക്റ്റ് ബ്ലോസ്, ക്രഷിംഗ് ഫോഴ്സസ്, സഡൻ ട്വിസ്റ്റിംഗ് മോഷൻസ്, എക്സ്ട്രീം മസിൽ കൺട്രാക്ഷൻ. ഇതിൽ ഏത് കാരണവും എന്ത് സംഭവിക്കാം? ഫ്രാക്ചർ ഉണ്ടാകാം. ഒന്നുകിൽ ഡയറക്റ്റ്ലി ആരെങ്കിലും ഇടിച്ചതാകാം, അല്ലെങ്കിൽ ക്രഷിംഗ് ഫോഴ്സസ് എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ്, നമ്മൾ എന്തെങ്കിലും കയ്യോ കാലോ നമുക്ക് ട്വിസ്റ്റ് ആയി പോയിട്ടുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രീം നോർമലി ഉണ്ടാകുന്നതിനേക്കാൾ എക്സ്ട്രീം ആയിട്ട് മസിൽ കൺട്രാക്ഷൻ ഉണ്ടായതുകൊണ്ട് അതിനുള്ളിലുള്ള ബോണ് പൊട്ടിപ്പോയതും ആകാം. ഇങ്ങനെ പല രീതിയിൽ ഫ്രാക്ചർ ഉണ്ടാകാം. when the bone is broken, അതായത് എപ്പോഴാണോ ബോൺ പൊട്ടിയത്, adjacent structures also affected. എപ്പോഴാണോ ബോൺ അവിടെ പൊട്ടുന്നത് അതിനെ ചുറ്റിയുള്ള ബ്ലഡ് വെസൽസ്, അതിനെ ചുറ്റിയുള്ള മസിൽസ്, അതിനെ ചുറ്റിയുള്ള നെർവ്സ്, അതിനെ ചുറ്റിയുള്ള സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ്, അതിനെ ചുറ്റിയുള്ള സ്കിന്ന്, എവറിത്തിങ് വിൽ ബി മേ ബി ഡിസ്റ്റർബ്ഡ് ഓർ മേ നോട്ട് ബി ഡിസ്റ്റർബ്ഡ്. When the bone is broken, adjacent structures also affected, resulting in soft tissue edema, hemorrhage into the muscles and joints and joint dislocation, ruptured tendon, severed nerves and damaged blood vessels. ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ അതിനടുത്ത് ചുറ്റുമുള്ള സോഫ്റ്റ് ടിഷ്യൂസ് നശിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ അത് ബ്രോക്കൺ ആയിട്ടുണ്ടാവാം, അവിടെ ബ്ലഡ് വെസൽസ് നശിച്ചിട്ട് ബ്ലീഡിങ് ഉണ്ടായിരിക്കാം, അതുപോലെ മസിൽസും ജോയിൻസിനുള്ളിലുള്ള ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവാം, ജോയിൻസ് ഡിസ്ലൊക്കേഷൻ പൊസിഷൻ മാറിയിരിക്കാം, അതുപോലെ അതിനടുത്ത് വരുന്ന ടെൻഡോൺസ് റപ്ചർ ആയിട്ടുണ്ടാവാം, സ്ട്രെയിനും സ്പ്രെയിനും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം, അതിനെ ചുറ്റിയുള്ള നെർവ്സ് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവാം, ഡാമേജ്ഡ് ബ്ലഡ് വെസൽസും സംഭവിച്ചിട്ടുണ്ടാവാം. ബോഡി ഓർഗൻസ് മേ ബി ഇൻജേർഡ് ബൈ ദ ഫോഴ്സ് ദാറ്റ് കോസ് ദ ഫ്രാക്ചർ ഓർ ബൈ ദ ഫ്രാക്ചേർഡ് ഫ്രാഗ്മെന്റ്സ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, ബോഡി ഓർഗൻസ് അതിനെ ചുറ്റി അടുത്തുള്ള മറ്റ് ബോഡി ഓർഗൻസും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാകാം. ക്ലിയർ? ഇതാണ് നമ്മുടെ ഫ്രാക്ചറിന്റെ ഇൻട്രൊഡക്ഷൻ. ഞാൻ അതിന്റെ നോട്ട് കാണിക്കാം. ഇതാണ് പലതരത്തിലുള്ള ഫ്രാക്ചേഴ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, പണ്ട് ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. പല ടൈപ്പ് ഫ്രാക്ചർ ഉണ്ട്. ഫ്രാക്ചേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്സ്. ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ, ലീനിയർ ഫ്രാക്ചർ, ഒബ്ലിക് നോൺ ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ, ഒബ്ലിക് ഡിസ്പ്ലേസ്ഡ് ഫ്രാക്ചർ, സ്പൈറൽ ഫ്രാക്ചർ, ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ, കമ്മ്യൂണിറ്റഡ് ഫ്രാക്ചർ. ഇങ്ങനെ പല ടൈപ്പ് ഫ്രാക്ചർ ഉണ്ട്. ഡെഫിനിഷൻ: എ കംപ്ലീറ്റ് ഓർ ഇൻകംപ്ലീറ്റ് ഡിസ്ട്രപ്ഷൻ ഇൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ബോൺ സ്ട്രക്ചർ. ഓക്കെ, ബോണിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു, അതിനെ എന്ത് പറയുന്നു? ബോൺ ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇനി അതിന്റെ കോസസ് ഏതൊക്കെയാണ്? ഒന്നുകിൽ നമ്മുടെ ബോണിൽ ഉണ്ടായ കംപ്രഷൻ, ഫ്രാക്ചർഡ് ബൈ കംപ്രഷൻ ആയിരിക്കാം,
അല്ലെങ്കിൽ ഇഞ്ചുറീസ് ഫ്രം ഹൈ ഇമ്പാക്ട് സ്പോർട്സ് ഒക്കെ കളിച്ചിട്ട് അതിൻ്റെ ഫലമായിട്ട് ഹൈ ഇമ്പാക്റ്റിൻ്റെ ഫലമായിട്ട് ഇഞ്ചുറി ഉണ്ടാതായിരിക്കാം. അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ മൂവ്മെൻറ്റ്സ് ആൻഡ് ട്രൊമാറ്റിക് ബ്ലോസ്, ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ മൂവ് ചെയ്തതുകൊണ്ടോ ട്രൊമാറ്റിക് ആയിട്ടുള്ള ഇടി ബ്ലോസ് ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഓവർ യൂസ്, നമ്മൾ ബോൺ ഭയങ്കരമായിട്ട് ഓവറായിട്ട് നമ്മൾ ആ ബോൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ബോൺ ഫ്രാക്ചർ ഉണ്ടാകാം. പിന്നെ നമ്മൾ ഉയരങ്ങളിൽ നിന്ന് വീണിട്ട് ഫോൾസ് ഫ്രം ഹൈറ്റ്സിൽ നിന്ന് ഉണ്ടാകാം, വീണിട്ട് ഫ്രാക്ചർ ഉണ്ടാകാം. ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ട് ഫ്രാക്ചർ ഉണ്ടാകാം. അതുപോലെ ബോണിൽ ട്യൂമേഴ്സ് ഉണ്ടായിട്ട് പെട്ടെന്ന് അത് നശിച്ച് വീക്കായിരുന്നു, പെട്ടെന്ന് അത് ഫ്രാക്ചർ ആയതായിരിക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ ബലം കുറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് ഉള്ള ബോണുകൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കുന്നു. ഇതുപോലെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും ഫ്രാക്ചർ സംഭവിച്ചത്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ഔട്ട് ദ ഫ്രാക്ചർ, ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ആണ്. പക്ഷെ നമുക്ക് ആ ഫ്രാക്ചറിന്റെ ടൈപ്സിലോട്ട് പോകുന്നതിന് മുന്നേ ഡെഫിനറ്റ്ലി നമ്മൾ 10 മാർക്കിന്റെ എസ്സേ ആണ്. നമ്മൾ അവിടെ ഫ്രാക്ചറിനെ കുറിച്ച് ഒരു ഡെഫിനിഷൻ കൊടുക്കണം, അതിന്റെ കോസസ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രാക്ചറിന്റെ ടൈപ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫ്രാക്ചറിന്റെ ടൈപ്സ് പറയുന്നത്. മെയിൻലി നമ്മൾ ഇവിടെ പറഞ്ഞ ഇത്രയും ടൈപ്സ് ഉണ്ടെങ്കിലും മെയിൻലി നമ്മൾ പറയുന്ന കുറച്ച് ടൈപ്സ് ഇവിടെ മെൻഷൻ ചെയ്യാം. അത്രയുമെങ്കിലും നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ഫ്രാക്ചർ. അതായത് എൻ്റയർ ക്രോസ് സെക്ഷൻ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറയാം, അവിടെ ആകുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ടാകും. ഇവിടെ നോക്കാം, ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ്. ഇത് ബ്രണ്ണറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. ടൈപ്സ് ഓഫ് ഫ്രാക്ചർ. ഫസ്റ്റ് വൺ, കംപ്ലീറ്റ് ഫ്രാക്ചർ. അതായത് a complete fracture involves a break across the entire cross section of the bone and is frequently displaced, removed from its normal position. അതായത് കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രാക്ചർ അവിടെ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി മുറിഞ്ഞു പോയിരിക്കുന്നു. അവ തമ്മിൽ കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിരിക്കുന്നു, അവ തമ്മിൽ ഒരു കണക്ഷനുമില്ല, കംപ്ലീറ്റ്ലി ബ്രേക്ക് ആയിരിക്കുന്നു. അതിനെയാണ് കംപ്ലീറ്റ് ഫ്രാക്ചർ. ആ ഒരു ബോണുകൾ ഇവിടെയൊക്കെ എന്താണ്, അവിടെ ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിലും പരസ്പരം ജോയിൻ ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോണുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം ഡിസ്കണ്ടിന്യൂഡ് ആയിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് എൻ്റയർ ബോണും അവിടെ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് മാറുന്നു. അതിനെ കംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയും. ഇനി ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ രണ്ടാമത്തെ ടൈപ്സ് ആണ്. ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്താണ് പറയുന്നത്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് അവിടെ ഫ്രാക്ചർ സംഭവിച്ചു, പക്ഷേ ഈ ബോണുകൾ എന്ത് ചെയ്തിട്ടില്ല, വിട്ട് മാറിപ്പോയിട്ടില്ല. ഫ്രാക്ചർ സംഭവിച്ചാലും അവിടെ ആ ഒരു ബ്രേക്ക് വന്നിട്ടില്ല, പരസ്പരം അതെന്ത് ചെയ്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. ഗ്രീൻ സ്റ്റിക്ക് കണ്ടോ, ഇവിടെ ചെറിയ ഫ്രാക്ചർ ഇവിടെ വന്നിട്ടുണ്ട്, ഇമ്പാക്ടർ ഫ്രാക്ചർ, എന്നാലും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. ഒബ്ലിക് ഫ്രാക്ചർ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, അവിടെ കണ്ടിന്യൂറ്റി അവിടെ നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഫ്രാക്ചർ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് അതേ പൊസിഷനിൽ തന്നെ തുടരുകയാണ്. അങ്ങനെയാണ് ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ആണ് മോസ്റ്റ് ക്ലിയർ എക്സാമ്പിൾ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ബ്രേക്ക് ത്രൂ ഓൺലി പാർട്ട് ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ബോൺ. അതായത് അതിൻ്റെ ഒരു സൈഡ് മാത്രം ഫ്രാക്ചർ വന്നു, കംപ്ലീറ്റ്ലി ബോണ് ഫ്രാക്ചർ വന്നിട്ടില്ല. അതിന് ഇൻകംപ്ലീറ്റ് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇനി കമ്മ്യൂണിയേറ്റഡ് ഫ്രാക്ചർ അടുത്ത ടൈപ്സ് ആണ്. കമ്മ്യൂണിയേറ്റഡ് ഫ്രാക്ചർ എന്താണ്? കമ്മ്യൂണിയേറ്റഡ് ഫ്രാക്ചർ ഇറ്റ് ഈസ് വൺ ദാറ്റ് പ്രൊഡ്യൂസസ് സെവറൽ ബോൺ ഫ്രാഗ്മെന്റ്സ്. അതായത് ബോണ് അവിടെ പൊട്ടിപ്പോയി എന്നുള്ളത് മാത്രമല്ല, ഇതിനിടയ്ക്ക് എന്ത് ചെയ്തു, രണ്ടായിട്ട് മാത്രമല്ല മുറിഞ്ഞിരിക്കുന്നത്, ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ബോണി ഫ്രാഗ്മെന്റ്സ്, ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിഞ്ഞിരിക്കുന്നു. A fracture in which bone has splintered into several fragments. ചെറിയ 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 കഷ്ണങ്ങളായി മുറിഞ്ഞു പോയിരിക്കുന്നു. അതിനെ എന്ത് പറയുന്നു? കമ്മ്യൂണിയേറ്റഡ് ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. ഇത് അടുത്ത ടൈപ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്ലോസ്ഡ് ഫ്രാക്ചർ. എന്താണ് ക്ലോസ്ഡ് ഫ്രാക്ചർ? ക്ലോസ്ഡ് ഫ്രാക്ചറിന്റെ മറ്റൊന്നുകൂടി പറയാറുണ്ട്, സിമ്പിൾ ഫ്രാക്ചർ. അതായത് ഈ ഫ്രാക്ചർ നടന്നിട്ട് ഇതിൻ്റെ സ്കിന്നിനുള്ളിൽ, നമ്മുടെ കാലിലാണെന്ന് വിചാരിക്കുക, കാലിലെ ടിബിയോ ഫിബിലയോ ഫ്രാക്ചർ ആയെന്ന് വിചാരിക്കുക. ഇവിടെ ഫ്രാക്ചർ സംഭവിച്ചു, പക്ഷേ ഈ ബോണ് സ്കിന്നിന് പുറത്തോട്ട് വന്നിട്ടില്ല, ഇതിനുള്ളിൽ തന്നെ നിൽക്കുന്നു. എ ഫ്രാക്ചർ ദാറ്റ് റിമൈൻസ് കണ്ടെയ്ൻഡ് വിത്ത് നോ ഡിസ്ട്രപ്ഷൻ ഓഫ് ദ സ്കിൻ ഇൻറ്റഗ്രിറ്റി. പുറമേയുള്ള സ്കിന്നിന് ഡാമേജ് ഒന്നും വരാതെ അകത്ത് തന്നെ നിൽക്കുന്ന ഫ്രാക്ചർ, ബോൺ ഫ്രാക്ചർ ആയി നിൽക്കും. അതിനെ എന്ത് പറയുന്നു? സിമ്പിൾ ഫ്രാക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഓപ്പൺ ഫ്രാക്ചർ എന്തായിരിക്കും? അപ്പോൾ ഇവിടെ കാണാം, ബോൺ ഫ്രാക്ചർ ആയി അതിൻ്റെ ബോണിൻ്റെ പാർട്ട് സ്കിന്ന് പെനിട്രേറ്റ് ചെയ്ത് പുറത്തോട്ട് വന്ന് നിൽക്കുന്നു. എ ഫ്രാക്ചർ ഇൻ വിച്ച് ഡാമേജ് ഓൾസോ ഇൻവോൾവ്സ് സ്കിൻ ഓർ മ്യൂക്കസ് മെംബ്രെയിൻ, ഓൾസോ കോൾഡ് കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇതിനെയാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഫ്രാക്ചർ എന്ന് പറയുന്നത്. സ്കിന്നിനെ ബ്രേക്ക് ചെയ്ത് അവിടെ ഫ്രാക്ചർ ബോൺ എന്ത് ചെയ്യുന്നു? പുറത്ത് വന്നിരിക്കുന്നു. അതിനെ ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറയുന്നു. ക്ലിയർ? പിന്നെ ഈ ഓപ്പൺ ഫ്രാക്ചറിന്റെ ഗ്രേഡിങ്,
അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. വേറെയും ടൈപ്സുകളുണ്ട്. നമ്മുടെ ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെയും ടൈപ്സുകളുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞു തരാം. അതിന് മുന്നേ ഈ ഓപ്പൺ ഫ്രാക്ചർ നമ്മളിവിടെ പറഞ്ഞ സ്ഥിതിക്ക് അതിന് 3 ഗ്രേഡിങ് പറഞ്ഞു. ചിലപ്പോൾ ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലോ എന്തെങ്കിലും ചോദിച്ചാൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ എസ്സേയിൽ അതില്ല. പക്ഷേ നമ്മൾ പഠിക്കുമ്പോൾ ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫ്രാക്ചർ ഇനി എടുത്ത് പഠിക്കേണ്ടി വരരുത്. അതിനൊക്കെ ക്ലിയർ ആയിട്ട് അത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ പഠിക്കാൻ പോവുകയാണ്. ഓപ്പൺ ഫ്രാക്ചേഴ്സ് ഗ്രേഡഡ് 3 ലെവൽ, 3 ലെവലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3. ഓപ്പൺ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ? ഫ്രാക്ചർ ആയ ബോണ് സ്കിൻ ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൽ 1 എന്ന് പറഞ്ഞാൽ ഗ്രേഡ് 1 എന്ന് പറഞ്ഞാൽ ക്ലീൻ വൂണ്ട്. അതിൻ്റെ പുറത്തുള്ള വൂണ്ട് ക്ലീൻ ആണ്. അവിടെ പുറത്തോട്ട് വന്നിരിക്കുന്ന ആ ബ്രേക്ക് ആയിരിക്കുന്ന വൂണ്ട് എന്ന് പറയുന്നത് 1 സെന്റിമീറ്ററിനേക്കാൾ കുറവ് മാത്രം ലെങ്ത്. ബോണ് ബ്രേക്കായി സ്കിന്നിലൂടെ പുറത്തോട്ട് വന്ന ആ വൂണ്ട് എന്ന് പറയുന്നത് ക്ലീൻ വൂണ്ടാണ്. 1 സെന്റിമീറ്ററിനേക്കാൾ കുറവ് സൈസ് മാത്രമേ അതിനുള്ളൂ. അത് ഗ്രേഡ് 1. ഇനി ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്ററിനേക്കാൾ കൂടുതൽ ലാർജർ വൂണ്ട് തന്നെയാണ്. പക്ഷെ അവിടെ അധികം ഇച്ചിരി വലിയ വൂണ്ടാണ്. പക്ഷെ അധികം അങ്ങനെ സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ് ഒന്നും ഇല്ല. വിത്തൗട്ട് എക്സ്റ്റെൻസീവ് സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ്, സോഫ്റ്റ് ടിഷ്യൂസിന് അധികം ഡാമേജ് ഒന്നും വരാതെയുള്ള ലാർജർ വൂണ്ട്. അത് ഗ്രേഡ് 2. ഗ്രേഡ് 3 എന്ന് പറഞ്ഞാൽ highly contaminated, has extensive soft tissue damage and it is most severe ആയിട്ട് highly contaminated ആയിട്ട് അതുപോലെ എക്സ്റ്റെൻസീവ് ആയിട്ട് സോഫ്റ്റ് ടിഷ്യൂസ് ഡാമേജുമുള്ള ഓപ്പൺ വുണ്ട് ആണെങ്കിൽ അതിനെന്ത് പറയുന്നു? ഗ്രേഡ് 3 എന്ന് പറയുന്നു. ദിസ് ഇസ് ദ 3 ഗ്രേഡിംഗ് ഓഫ് ഓപ്പൺ ഫ്രാക്ചേഴ്സ്. ഇനി നമുക്ക് മറ്റ് സ്പെഷ്യൽ ടൈപ്സുകളിലോട്ട് പോകാം. സ്പെഷ്യൽ ടൈപ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് അവൽഷൻ. അവൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ചർ ഇൻ വിച്ച് എ ഫ്രാഗ്മെന്റ് ഓഫ് ബോൺ ഹാസ് ബീൻ പുൾഡ് അവേ ബൈ എ ടെൻഡോൺ ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്മെന്റ്. അതായത് ബോൺ ആകുമ്പോൾ അതിനെ അറ്റാച്ച് ചെയ്ത് ടെൻഡോൺ ഉണ്ടാകും. ഇവിടെ ഫ്രാക്ചേർഡ് ആയ പാർട്ടിനെ എന്ത് ചെയ്യുന്നു? ഈ ടെൻഡോൺ ഇതിനെ വലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെയാണ് അവൽഷൻ എന്ന് പറയുന്നത്. കമ്മ്യൂണേറ്റഡ് ഫ്രാക്ചർ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബോൺ ബ്രേക്ക് ആയി അതിനിടയിൽ ബോണി ഫ്രാഗ്മെന്റ്സ് ഉണ്ടായിരിക്കുന്നു. കംപ്രഷൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെഷ്യലി നമ്മുടെ വെർട്ടിബ്രയിൽ ഉണ്ടാകുന്നതാണ്. ഫ്രാക്ചർ ഇൻ വിച്ച് ബോൺ ഹാസ് ബീൻ കംപ്രസ്ഡ്. ബോൺ എന്ത് ചെയ്ത് കംപ്രഷൻ സംഭവിച്ച് ബല കൂടുതൽ കാരണം അവിടെ കംപ്രഷൻ സംഭവിച്ച് ബോൺ അവിടെ എന്ത് ചെയ്യുന്നു? കംപ്രഷൻ ഫ്രാക്ചർ ഇത്തരത്തിലുണ്ടാകുന്നു. അതുണ്ടാകുന്നത് വെർട്ടിബ്രേസിലാണ്. വെർട്ടിബ്രയിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറാണ്. ഇനി അടുത്ത സ്പെഷ്യൽ ടൈപ്പ് ഫ്രാക്ചറാണ് ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്കൾ ബോണിലാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതായത് സ്കളിൽ നമ്മൾ തല എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചിട്ട് സ്കൾ ബോൺ നമ്മുടെ ക്രാനിയം ബ്രേക്കായി ആ ബോണി ഫ്രാഗ്മെന്റ്സ് നമ്മുടെ സോഫ്റ്റ് ടിഷ്യൂസ് ബ്രെയിനിനുള്ളിലോട്ട് സെറിബ്രത്തിനുള്ളിലോട്ട് ഡിപ്രസ് ആയിരിക്കുന്നു. ഉള്ളിലോട്ട് ഇങ്ങനെ ഡിപ്രസ് ആയി ഇൻവേർഡ് ആയിട്ട് ഇരിക്കുന്നു. അതിനെ ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഇനി എപ്പിഫൈസിസ്, ബോണിന്റെ എപ്പിഫൈസിസിന് ബോണിന്റെ അഗ്രഭാഗം, നടുഭാഗമല്ല അഗ്രഭാഗം ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ എപ്പിഫൈസിൽ എന്ന് പറയുന്നു. ഗ്രീൻ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത ഫ്രാക്ചർ എന്താണ്? ഓൾറെഡി പറഞ്ഞതാണ്. ഒരു ബോണിന്റെ സൈഡ് മാത്രം, കംപ്ലീറ്റ്ലി ബോണോടെ ഫ്രാക്ചർ ആയില്ല, ഒരു സൈഡ് മാത്രം ചെറിയ സ്ക്രാച്ചസ് അല്ലെങ്കിൽ ചെറിയ ഒരു സൈഡ് മാത്രം ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നു. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറിന്റെ പ്രത്യേകത ഇറ്റ് ഈസ് വെരി കോമൺ ഇൻ ചിൽഡ്രൻ. കുഞ്ഞു കുട്ടികൾ നടന്നു തുടങ്ങുന്ന സമയത്ത്, കളിച്ചു തുടങ്ങുന്ന സമയത്ത് യൂഷ്വലി കുട്ടികൾക്ക് ഉണ്ടാകുന്നതാണ് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ. കാരണം അവർ ചെറുതായിട്ട് വീഴുമ്പോൾ എല്ലിന് നല്ല ബലമില്ല. അപ്പോൾ ചെറിയ ചെറിയ ഫ്രാക്ചേഴ്സ് ഉണ്ടാകാറുണ്ട്. അത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇമ്പാക്ടർ ഫ്രാക്ചർ ഉണ്ട്. കാരണം ഹൈലി ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന. പിന്നെ ഒബ്ലിക്ലി ഫ്രാക്ചർ എന്ന് പറയുമ്പോൾ ബോണിൻ്റെ എന്ത് ചെയ്യുന്നു? നെടുവേ ഇങ്ങനെ ഒബ്ലിക്കലി ഉണ്ടാകുന്ന ഫ്രാക്ചർ ആണെങ്കിൽ ഒബ്ലിക്ലി ഫ്രാക്ചർ. ഓപ്പൺ ഫ്രാക്ചർ. പാത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് ഡിസീസസ് ഉണ്ടാകും. അതായത് മറ്റ് വീണിട്ടോ ഒന്നുമല്ല. ഓസ്റ്റിയോപോറോസിസ്, ബോൺ സിസ്റ്റ്, ബോൺ ക്യാൻസർ, ബോൺ ട്യൂമർ, ബോൺ മെറ്റാസിസ്, പാജറ്റ്സ് ഡിസീസ്, ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ മസ്കുലോസ്കെലറ്റൽ ഡിസീസിൽ. ഇതിലേതെങ്കിലും ഡിസീസ് കാരണം അതിൻ്റെ ഫലമായിട്ട് ബോണിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ പാത്തോളജിക് ഫ്രാക്ചർ എന്നാണ് പറയുന്നത്. മറ്റ് സ്പെഷ്യൽ ടൈപ്പുകളാണ് ഞാനിവിടെ പറയുന്നത്. സ്പൈറൽ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഫ്രാക്ചർ നമ്മുടെ ബോണിൻ്റെ ചുറ്റും സ്പൈറലായിട്ട് ഇങ്ങനെ ഒരു വല പോലെ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ ഉണ്ടാകുന്ന ഫ്രാക്ചറിൻ്റെ സ്പൈറൽ ഫ്രാക്ചർ എന്നും, സ്ട്രെസ് കാരണം ഓവർലോഡ് കാരണം നമ്മൾ എടുക്കാൻ പറ്റുന്നതിൽ അധികം നമ്മൾ വെയിറ്റ് നമ്മൾ എടുത്ത് നമുക്കുണ്ടാകുന്ന സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഫ്രാക്ചറിൻ്റെ സ്ട്രെസ് ഫ്രാക്ചർ എന്നും, ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്ന അക്രോസ് ഷാഫ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് അക്രോസ് ഉണ്ടാകുന്ന ഫ്രാക്ചറിൻ്റെ ട്രാൻസ്വേഴ്സ് ഫ്രാക്ചർ എന്നും പറയുന്നു. ഇതെല്ലാം ബോണിന്റെ സ്പെഷ്യൽ ടൈപ്പ് ഫ്രാക്ചറാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ 5 മാർക്കിന്റെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5 മാർക്കാണ്.
5 മാർക്കിന് ആദ്യത്തെ പാഠം എന്ന് പറയുന്നത്. അപ്പൊ ലിസ്റ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ ജസ്റ്റ് പേരുകൾ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് അവിടെ കിട്ടുമോ? ഇല്ല. ആ 5 മാർക്കിൽ 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഫ്രാക്ചർ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, ഡെഫിനിഷൻ എഴുതണം, അതിന്റെ കോസസ് എഴുതണം, പിന്നെ അതിന്റെ ടൈപ്സ് എഴുതണം. ടൈപ്സ് ഓരോന്നും ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അത്രയും എഴുതി വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നിങ്ങൾക്ക് 5 മാർക്കിൽ 4 മാർക്കെങ്കിലും മിനിമം കിട്ടത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ? ആ രീതിയിലാണ് ഫസ്റ്റ് പാർട്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്രാക്ചറിന്റെ ബാക്കിയുള്ള പോർഷനിലോട്ട് പോകാം. നമ്മുടെ ടൈപ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കേണ്ടത് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ നമ്മൾ പഠിച്ചു. ടൈപ്സ് ഓഫ് ഫ്രാക്ചർ ഞാനിപ്പോൾ കാണിച്ചു തന്ന പിക്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് കണ്ടു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ഫ്രാക്ചർ. ഈ നോട്ട് ഞാൻ കുട്ടികൾക്ക് ക്രാഷ് കോഴ്സിലുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് കേട്ടിരിക്കുക. നിങ്ങൾക്ക് ഇതെല്ലാം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കിടന്ന് പിന്നീട് വായിക്കേണ്ട ആവശ്യമില്ല. ക്ലാസ് കേട്ടിരുന്നിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സ് റെഫർ ചെയ്താൽ മതി. ഇറ്റ്സ് മോർ ദാൻ ഇനഫ് ഫോർ ഓൾ ക്വസ്റ്റ്യൻസ്. അതായത് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നെങ്കിൽ ആൻസർ ചെയ്യാനുള്ള കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവും. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, അതായത് ഒരു ബോൺ ഫ്രാക്ചർ സംഭവിച്ചാൽ എന്തൊക്കെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് അവിടെ ഉണ്ടാകാം? ഡെഫിനറ്റ്ലി അവിടെ വേദന ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, അല്ലേ? അതുപോലെ ആ പാർട്ടിന്റെ ഫംഗ്ഷൻ, നമുക്ക് കയ്യിലെ ഫ്രാക്ചർ സംഭവിച്ചാൽ നമുക്ക് ആ കൈ കൊണ്ട് പിന്നെ വെള്ളം വലിക്കാനോ വെയിറ്റ് എടുക്കാനോ പറ്റുമോ? ഇല്ല. ലോസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടാകും. ഡിഫോർമിറ്റി, അതിന്റെ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാകും. അതുപോലെ നീളക്കുറവുണ്ടാകും, അല്ലെ? ബോണ് നല്ല നീളം ഉണ്ടായിരുന്നത് 2 മുറിഞ്ഞു കഴിയുമ്പോൾ അതിന് നീളക്കുറവ് ഉണ്ടാകും. അതുപോലെ അവ ഉരയുന്ന ഫ്രാക്ചർ സംഭവിച്ച ഭാഗം ബോണുകൾ തമ്മിൽ ഉരയുമ്പോൾ അവിടെ ക്രപ്പിറ്റസ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാകും. അതുപോലെ അവിടെ എഡിമ ഉണ്ടാവും, സ്വെല്ലിംഗ്. എഡിമ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വെല്ലിംഗ്, ലോക്കലൈസ്ഡ് എഡിമ. നമ്മുടെ ശരീരം ഫുള്ളായിട്ട് സ്വെല്ലിംഗ് സംഭവിക്കത്തില്ല. എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടായത് അവിടെ മാത്രം എഡിമ സംഭവിക്കും, സ്വെല്ലിംഗ് ഉണ്ടാവും. അതുപോലെ അവിടെ ബ്ലൂയിഷ് ഡിസ്കളറേഷനും ഉണ്ടാവും. രക്തം കട്ടപിടിച്ച് എക്കൈമോസിസ് എന്ന് പറയും. അവിടെ രക്തം കട്ടപിടിച്ച് നീല കളർ പോലെ ഫോം ചെയ്യും. ഓക്കെ, എക്കൈമോസിസും ഉണ്ടാകും. ഇതെല്ലാം ഫ്രാക്ചറിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ രണ്ടാമത്തെ പാർട്ട് ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ്, എന്യൂമറേറ്റ് ദ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ഫ്രാക്ചർ. 4 മാർക്കിനാണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ അവിടെ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്താൽ മതിയോ? കുട്ടികൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പോകുക. പെയിൻ, ലോസ് ഓഫ് ഫംഗ്ഷൻ, ഡിഫോർമിറ്റി, ഷോർട്ടനിങ് എന്നെഴുതി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് 4 മാർക്ക് ആരെങ്കിലും തരുമോ? നിങ്ങൾ കൊടുക്കുമോ? വേറെ ആരുടെയെങ്കിലും പേപ്പർ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ കൊടുക്കത്തില്ല. കാരണം നിങ്ങൾ അവിടെ ആ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. ഫസ്റ്റ് നോക്കുക, പെയിൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? ദ പെയിൻ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇൻക്രീസസ് ഇൻ സിവിയാരിറ്റി അണ്ടിൽ ദ ബോൺ ഫ്രാഗ്മെന്റ്സ് ആർ ഇമ്മൊബിലൈസ്ഡ്. അതായത് നമ്മൾ ആ പാർട്ട്, നമ്മുടെ എവിടെയാണോ ഫ്രാക്ചർ ഉണ്ടായത് ആ പാർട്ട് അനക്കാതെ വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേദന ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഫ്രാക്ചർ ആയ ഭാഗം അനക്കുമ്പോൾ, മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാകും? കണ്ടിന്യൂസ് ആയിട്ട് എപ്പോഴും വേദന ഉണ്ടാകും. അതിലൂടെ മൊബിലൈസ് ചെയ്ത് ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് വേദന നമുക്ക് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഒപ്പം തന്നെ മസിൽ സ്പാസം ദാറ്റ് അക്കമ്പനി ഫ്രാക്ചർ ബിഗിൻ വിത്തിൻ 20 minutes ആഫ്റ്റർ ദ ഇഞ്ചുറി റിസൾട്ട് ഇൻ മോർ ഇന്റൻസ് പെയിൻ. അതായത് നമ്മൾ ഇഞ്ചുറി ഉണ്ടാകുന്ന സമയത്തുള്ള വേദനയെക്കാളും കൂടുതൽ പെയിൻ 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വരും. കാരണം അവിടെ മസിൽ സ്പാസം ഉണ്ടാകാൻ തുടങ്ങുന്നു. അതിൻ്റെ ഫലമായിട്ട് മസിൽസ് ഇങ്ങനെ മുറുകുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കൂടുതൽ വേദന ലേറ്റർ ടൈമിൽ അനുഭവപ്പെടുന്നതായിട്ടും കാണാൻ പറ്റും. ഇത് 1 മാർക്കിനുള്ളതായില്ലേ? മതി. അടുത്തത് ലോസ് ഓഫ് ഫംഗ്ഷൻ. ഡെഫിനറ്റ്ലി ആഫ്റ്റർ എ ഫ്രാക്ചർ extremity cannot function properly because normal function of the muscles depends on the integrity of the bone to which they are attached. അല്ലെ, നോർമലി നമ്മുടെ കയ്യോ കാലോ ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവിടെ അറ്റാച്ച് ചെയ്തിരുന്ന മസിൽസും അവിടുത്തെ ബോണിൻ്റെയും ശക്തിയാണ്. അപ്പോൾ ബോൺ ഫ്രാക്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നോർമലി ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല, ലോസ് ഓഫ് ഫംഗ്ഷൻ ഉണ്ടാകും. മൂന്നാമത്തത് ഡിഫോർമിറ്റി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് ആണ്. അവിടെ എന്തുണ്ടാവും? അങ്ങനെ ആ ബോൺ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, ഞാൻ ആ പിക്ചർ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പിക്ചർ കണ്ടോ? ഇവിടെ ബോൺ ഫ്രാക്ചർ സംഭവിച്ചിട്ട് ബോൺ കണ്ടോ, സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന ബോൺ ഇങ്ങോട്ട് മാറി. അപ്പോൾ അവിടെ എന്ത് ചെയ്തു? വളഞ്ഞു വന്നു. ഇതാണ് ഡിഫോർമിറ്റി എന്ന് പറയുന്നത്. അവിടെ എന്ത് ചെയ്തു? ഡിഫോർമേഷൻ സംഭവിച്ചു, ഷേപ്പ് തന്നെ മാറി. ഡിസ്പ്ലേസ്മെന്റ്, angulation or rotation of the fragments in the fracture of arm or leg causes deformity that is detectable when a limb is compared with the uninjured extremity. നമ്മുടെ വലത് കൈയിന് ഫ്രാക്ചർ സംഭവിച്ചാൽ ഇടത് കൈയുമായിട്ട് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഷേപ്പിലും പൊസിഷനിലും കർവിലും ഒക്കെ വ്യത്യാസമുണ്ടായിരിക്കുന്നു. ആ ഡിഫോർമിറ്റി നമുക്കവിടെ അറിയാൻ പറ്റും. ഓക്കെ,
നെക്സ്റ്റ് വൺ ഷോർട്ടനിങ്. എന്താണ് ഷോർട്ടനിങ് എന്ന് പറയുന്നത്? നീളം കുറഞ്ഞു. ഇൻ ഫ്രാക്ചർഡ് ലോങ് ബോൺസ് ദർ ഇസ് എ ആക്ച്വൽ ഷോർട്ടനിങ് ഓഫ് ദ എക്സ്ട്രിമിറ്റി ബിക്കോസ് ഓഫ് ദ കംപ്രഷൻ ഓഫ് ദ ഫ്രാക്ചേർഡ് ബോൺ. ഫ്രാക്ചേർഡ് ബോൺ അവിടെ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു നീളക്കുറവ് ഉണ്ടാകുന്നു. ഓക്കെ, നമുക്ക് ഇത്രയും ഉണ്ടായിരുന്ന നീളം എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ബോൺ 2 ഫ്രാഗ്മെന്റ്സ് ആകുമ്പോൾ അവിടെ ഒരു നീളക്കുറവ് ചിലപ്പോൾ ഉണ്ടാകും. നെക്സ്റ്റ് ക്രപ്പിറ്റസ്. എന്താണ് ക്രപ്പിറ്റസ്? 2 ബോണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അവ തമ്മിൽ പരസ്പരം തട്ടുമ്പോൾ അല്ലെങ്കിൽ ഉരയുമ്പോൾ റബ്ബിംഗ് ഓഫ് ദ ബോൺ കോസസ് ക്രപ്പിറ്റസ്. ഈ ഒരു ബോൺ ഉരയുന്ന സൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ക്രപ്പിറ്റസ് എന്ന് പറയുന്നത്. These are the clinical manifestations of the fracture. നിങ്ങൾ ഈ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ഇത്രയും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അവ ഓരോന്നും ഒരു 2-3 സെന്റൻസ് നിങ്ങൾ എക്സ്പ്ലെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ 4 മാർക്കിൽ നിങ്ങൾക്ക് 4 മാർക്കും തരണം. പക്ഷേ നമ്മുടെ ടീച്ചർമാരെല്ലാവരും ഭയങ്കര യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നവരെല്ലാവരും മാർക്ക് ഇടാൻ ഭയങ്കര പിശുക്കരാണ്. അവരൊരു 3 മാർക്ക് നിങ്ങൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരും. ഓക്കെ, പിന്നെ ഒന്നുകൂടി ലോക്കലൈസ്ഡ് എഡിമ. നമ്മുടെ കറക്റ്റ് നമ്മുടെ ഫ്രാക്ചർ സംഭവിച്ച ഭാഗത്ത് എന്തുണ്ടാകും? എഡിമ, സ്വെല്ലിംഗ് ഉണ്ടാകും. അപ്പോൾ അതുപോലെ അവിടെ കളർ ചേഞ്ചും എക്കൈമോസിസും ഉണ്ടാകും. കാരണം അവിടുത്തെ സറൗണ്ടിങ് ടിഷ്യൂസിൽ ബ്ലീഡിങ് സംഭവിക്കുകയും അത് പിന്നീട് ഡിസ്കളറേഷൻ എക്കൈമോസിസിന് കാരണമാവുകയും ചെയ്യും. ദീസ് ആർ ദ സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഫ്രാക്ചർ. ക്ലിയർ ആയോ? നോട്ട്സിൽ ഈ നോട്ട് സെയിം നോട്ട്സ് ഉണ്ട്, പക്ഷേ അത് ഞാൻ ചുരുക്കി ഇവിടെ നിങ്ങൾക്ക് എക്സാമിന് ചുരുക്കി എത്ര എഴുതാമെന്നുള്ള അത് ഇവിടെ കൂടെ കറക്റ്റ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇല്ല ഡയഗ്നോസിസ് ഓഫ് ഫ്രാക്ചർ, പക്ഷേ നിങ്ങളത് അറിഞ്ഞിരിക്കണം. ഒരാളുടെ ഫ്രാക്ചർ സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക? അതായത് ഏത് ടൈപ്പ് ഫ്രാക്ചർ ആണ്, സ്കിന്നിനകത്തിരിക്കുന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഡയഗ്നോസിസ് ചെയ്യണം. ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കണ്ടുപിടിക്കുന്ന മെത്തേഡുകൾ, അസുഖം കൺഫേം ചെയ്യുന്ന മെത്തേഡുകൾ. ഫസ്റ്റ് വൺ നമ്മൾ ഹിസ്റ്ററി കളക്ഷനും ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യും. ആദ്യത്തെ എപ്പോഴും എന്ത് ചെയ്യുക? ഹിസ്റ്ററി കളക്ഷൻ കംപ്ലീറ്റ്ലി ഫുൾ ഫോം എഴുതണം, ഷോർട്ട് ഫോം ഒന്നും എഴുതി വെക്കരുത്. ഹിസ്റ്ററി കളക്ഷൻ. നെക്സ്റ്റ് വൺ ഫിസിക്കൽ എക്സാമിനേഷൻ. ഹിസ്റ്ററി കളക്ഷനിലൂടെ ഹൗ ഇറ്റ് ഹാപ്പൻ, വെൻ ഇറ്റ് ഹാപ്പൻ, വെയർ ഇറ്റ് ഹാപ്പൻ ആൻഡ് വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് എന്നുള്ള എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നു. ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻറ്റിനോട് ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ പറയുന്നു, വേദന ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു, ഇതെല്ലാം നമ്മൾ നോക്കുന്നു. അത് ഫിസിക്കൽ എക്സാമിനേഷൻ. നീളക്കുറവുണ്ടോ എന്ന് നോക്കുന്നു, സ്വെല്ലിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നു, അതൊക്കെ ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേഷ്യൻ്റ് എന്തൊക്കെ ഡയഗ്നോസ്, നമുക്ക് ആ ഒരു പെയിനിലൂടെയും സ്വെല്ലിങ്ങിലൂടെയും ആ ഒരു പാർട്ട് ഉപയോഗിക്കാൻ പറ്റാത്തതിൽ നിന്നും, ടെൻഡർനെസ്സിൽ നിന്നും, റൂയിസിങ്ങിൽ നിന്നും, എക്കൈമോസിസിൽ നിന്നും, ഡിഫോർമിറ്റിയിൽ നിന്നും, അബ്നോർമൽ മൂവ്മെൻറ്റ്, ഇതെല്ലാത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് ഈസ് ദ ഫ്രാക്ചർ. ദിസ് ഈസ് ദ വൺ ഓഫ് ദ ഫ്രാക്ചർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഫ്രാക്ചർ ഏത് ടൈപ്പാണ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ എന്താണ് അടുത്ത് ചെയ്യുന്നത്? എക്സ്റേ ടു ബി ടേക്കൺ. ക്ലിയർ? എക്സ്റേ സസ്പെക്റ്റഡ് ഫ്രാക്ചർഡ് ബോൺ ഷുഡ് ബി ടേക്കൺ. കയ്യിൽ ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ കയ്യിൻ്റെ മാത്രം എക്സ്റേ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏത് ടൈപ്പ് ഫ്രാക്ചർ ആണെന്നത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഡയഗ്നോസിസ് ഓഫ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് മാനേജ്മെന്റ് ഓഫ് ദ ഫ്രാക്ചർ. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത പാർട്ട്. ക്വസ്റ്റ്യനിൽ ഏറ്റവും അടുത്ത നമ്മുടെ 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ കഴിഞ്ഞു. അടുത്ത 6 മാർക്ക്, ഏറ്റവും കൂടുതൽ മാർക്ക് അതിനാണ്. നമുക്കതിൽ 5 മാർക്ക് അങ്ങനെ കിട്ടത്തക്ക രീതിയിൽ എഴുതണം. എക്സ്പ്ലെയിൻ ദ മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെറിയതായിട്ട് പോയിന്റ്സ്, ബുള്ളറ്റ് പോയിന്റ്സ് വെച്ചിട്ട് 4-5 പോയിന്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ 6 മാർക്ക് കിട്ടത്തില്ല. പകരം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. എന്തൊക്കെ മാനേജ്മെന്റ് എഴുതും? ആദ്യം ഒരു ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എമർജൻസി സിറ്റുവേഷൻ അല്ലേ? നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മൾ എടുക്കേണ്ട, ഒരു ആൾക്ക് പെട്ടെന്ന് ഫ്രാക്ചർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു സാധാരണ ആൾക്കാർ എടുക്കേണ്ട എമർജൻസി മാനേജ്മെന്റ്, അതാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത്. ആദ്യം ഹെഡിങ് എമർജൻസി മാനേജ്മെന്റ്. Immediately after injury, if a fracture is suspected, it is important to immobilize the part ബിഫോർ ദ പേഷ്യൻ്റ് ഈസ് മൂവ്ഡ്. അതായത് ഒരു പേഷ്യൻ്റ് ആക്സിഡൻറ്റോ വീണതോ എന്ത് തന്നെ ആയാലും നിങ്ങൾ അവിടെ ഫ്രാക്ചർ ഉണ്ടാകാൻ ചാൻസ്, കൺഫേം ആയിട്ടില്ല, സ്റ്റിൽ ചാൻസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ എവിടെയാണോ ഏത് പാർട്ടിനാണോ ഫ്രാക്ചർ ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്നത് ആ ഭാഗം അധികം മൂവ് ചെയ്യാതിരിക്കുക. മാക്സിമം ആ പാർട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൊബിലൈസ് ചെയ്യാതിരിക്കുക. ആ പാർട്ട് ഇമ്മൊബിലൈസ് ചെയ്തത് തന്നെയാണ് ആദ്യത്തെ ലക്ഷ്യം. അഡിക്വേറ്റ് സ്പ്ലിൻറ്റിങ് ഈസ് എസെൻഷ്യൽ. നിങ്ങൾ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ സ്പ്ലിൻറ്റിങ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ കൈയിൻ്റെ ഇവിടെ കൈയാണെന്ന് വിചാരിക്കുക, നമ്മുടെ എൽബോ ജോയിന്റ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഇവിടെ എവിടെയെങ്കിലും നമ്മളൊരു ഫ്രാക്ചർ സസ്പെക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒരു തടിയോ ഒരു പേപ്പർ എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും സാധനം വെച്ച് ഇവിടെ നമ്മൾ എന്തെങ്കിലും കൈയിനെ കെട്ടിവെക്കും.
കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജോയിൻറ്റ്സ്, നമ്മുടെ ഈ ഹാൻഡിലെ മൂവ്മെൻറ്റ്സ് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി, തടയാൻ വേണ്ടിയിട്ടാണ്, ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടി. കാരണം ഫർദർ മൂവ്മെൻറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ബോണിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കാം, സറൗണ്ടിങ് നെർവ്സിന് ഡാമേജ് വരാം, ബ്ലഡ് വെസൽസിന് ഡാമേജ് വരാം, കൂടുതൽ കോംപ്ലിക്കേഷനിലോട്ട് പോകാം. സോ ഫസ്റ്റ് എമർജൻസി മാനേജ്മെൻറ്റ് ഈസ് ഇമ്മൊബിലൈസ് ദ പർട്ടിക്കുലർ പാർട്ട് ബൈ അപ്ലൈയിങ് splint. Joints proximal and distal to the fracture must be immobilized by fracture fragments. Immobilization of the long bone by applying bandages. Unaffected extremities ആയിട്ട് ടൈ ചെയ്ത് വെച്ച് നമുക്ക് അതിൻ്റെ ഇമ്മൊബിലൈസേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് വൺ ഇമ്മൊബിലൈസേഷൻ. അഡിക്വേറ്റ് എമർജൻസി മാനേജ്മെൻറ്റിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇമ്മൊബിലൈസേഷനാണ്. അഡിക്വേറ്റ് സ്പ്ലിൻറ്റിങ് വഴി ഇമ്മൊബിലൈസ് ചെയ്യുക. പിന്നെ സപ്പോസ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന പേഷ്യൻ്റ് ഓപ്പൺ ഫ്രാക്ചറാണ്, അതായത് ഫ്രാക്ചർ സംഭവിച്ച് ആ ഒരു ബോണി ഫ്രാഗ്മെൻറ്റ് പുറത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആ വുഡ് എമർജൻസി മാനേജ്മെൻറ്റ് ആദ്യം നമുക്ക് മാക്സിമം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റെറൈൽ ഡ്രസ്സിങ് കൊണ്ട് അതിനെ കവർ ചെയ്യുക. കാരണം പുറമെ നിന്ന് ആ സോഫ്റ്റ് ടിഷ്യൂസ് വഴി ഇൻഫെക്ഷൻസ് ഉള്ളിലോട്ട് പോകരുത്. അതുകൊണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റെറൈൽ ഡ്രസ്സിങ് ഉപയോഗിക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഡു നോട്ട് അറ്റംപ്റ്റ് ടു മെയ്ഡ് റെഡ്യൂസ് ദ ഫ്രാക്ചർ, അതായത് ആ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന, പുറത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആ ബോണിനെ അകത്തോട്ട് അമർത്തിയാക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നമ്മുടെ ഡിസ്ലൊക്കേഷൻ സംഭവിച്ച ബോണിനെ നിങ്ങൾ കറക്റ്റ് പൊസിഷനിലോട്ട് ആക്കാൻ ശ്രമിക്കരുത്. സോ ദാറ്റ് ഈസ് നെക്സ്റ്റ് പോയിന്റ്. ഫസ്റ്റ് വൺ സ്പ്ലിന്റ് അപ്ലൈമെന്റ് ഓർ ഇമ്മൊബിലൈസിങ് ദ പാർട്ട്. ഓപ്പൺ ഫ്രാക്ചർ ആണെങ്കിൽ സ്റ്റെറൈൽ ഡ്രസ്സിങ് കൊടുക്കുക. ഒരിക്കലും ബോൺ ഫ്രാക്ചർ സംഭവിച്ച ബോണിനെ നമ്മൾ കറക്റ്റ് പൊസിഷനിലോട്ട് നമ്മളാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. എത്രയും പെട്ടെന്ന് ബ്ലീഡിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രസ്സിങ് കൊണ്ട് കവർ ചെയ്ത് നമ്മൾ എത്രയും പെട്ടെന്ന് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. എത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇതാണ് നമ്മുടെ ആദ്യത്തെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് മെത്തേഡ്സ് ഓഫ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുമ്പോൾ പല മെത്തേഡ്സ് ഉണ്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ചെയ്യാം, ട്രാക്ഷൻ അപ്ലൈ ചെയ്യാം, അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിക്കേണ്ടതാണ്. ഇമ്മൊബിലൈസേഷനിൽ വരുന്ന ടെക്നിക്സ് ആണ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇതുപോലെ ഇങ്ങനെ വെള്ളം നമ്മൾ കണ്ടിട്ടില്ലേ ആളുകളുടെ കയ്യിലൊക്കെ വെച്ച് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത്. പിന്നെ ട്രാക്ഷൻ, ഇതുപോലെ കാലും കൈയും ഒക്കെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, വെയിറ്റ് കൊടുത്തിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ഇതിനെ ട്രാക്ഷൻ നമുക്ക് സ്കിൻ ട്രാക്ഷനും സ്കെൽറ്റൽ ട്രാക്ഷനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനുണ്ട്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാം. ഓക്കെ, അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് എമർജൻസി മാനേജ്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഹെഡിങ് ആണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്. എന്താണ് മെഡിക്കൽ മാനേജ്മെൻറ്റ്? മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവിടെ ഡ്രഗ്സ് ആണ്. അത് ഡ്രഗ്സ് അല്ല, മെഡിക്കൽ ടെക്നിക്സ് ആണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് എന്നൊരു സെപ്പറേറ്റ് ഹെഡിങ് കൊടുക്കുമ്പോഴാണ് നമ്മളവിടെ ഡ്രഗ്സ്, ഏതെങ്കിലും ഡിസീസസിനുള്ള ഡ്രഗ്സ്, ആൻറ്റിബയോട്ടിക്സോ ബീറ്റ ബ്ലോക്കേഴ്സോ അല്ലെങ്കിൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് അതുപോലെയുള്ള ഏതെങ്കിലും ഡിസീസസിൽ, നമ്മുടെ ഫ്രാക്ചറിലല്ല വേറെ ഏതെങ്കിലും ഡിസീസിൽ ഡ്രഗ്സ് കൊടുക്കുന്നെങ്കിൽ അതിനെയാണ് ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഇതുപോലെ ടെക്നിക്സ്, എന്തൊക്കെ മെഡിക്കൽ ടെക്നിക്സ് ആണ് നമ്മൾ ചെയ്യുന്നൊക്കെ. ഫസ്റ്റ് വൺ റിഡക്ഷൻ. എന്താണ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ബോൺ ഫ്രാക്ചറിൽ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ, ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദ റീസ്റ്റോറേഷൻ ഓഫ് ദ ഫ്രാക്ചർ ഫ്രാഗ്മെന്റ്സ് ടു അനാട്ടമിക് അലൈൻമെന്റ് ആൻഡ് പൊസിഷനിങ്. അതായത് ഇങ്ങനെ 2 രീതിയിൽ നിൽക്കുന്ന ഫ്രാക്ചർ ബോണിനെ കറക്റ്റ് ഒരു അലൈൻമെന്റിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുന്ന പ്രൊസീജിയർ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഫ്രാക്ചർ റിഡക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ റിഡക്ഷൻ തന്നെ പലതരത്തിലുണ്ട്. either ക്ലോസ്ഡ് റിഡക്ഷൻ ആകാം അല്ലെങ്കിൽ ഓപ്പൺ റിഡക്ഷൻ ആകാം. ടു റെഡ്യൂസ് ദ ഫ്രാക്ചറിനെ കറക്റ്റ് പൊസിഷനിലോ ഡിസ്പ്ലേസ്ഡ് ആയിട്ട് നിൽക്കുന്ന ബോണിനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവരാൻ എടുക്കുന്ന ടെക്നിക്സ് ആണ് ഓപ്പൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഓപ്പൺ റിഡക്ഷനും ആകാം, ക്ലോസ്ഡ് റിഡക്ഷനും ആകാം. ക്ലോസ്ഡ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പുറമെ നമ്മൾ വെച്ചിട്ട് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ബോണിനെ, നമ്മളല്ല അതിൻ്റെ ബോൺ, ഓർത്തോപെഡീഷ്യൻസ് ഓർത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സ് കാണും, അവരെന്ത് ചെയ്യും? അവർ ചെയ്തു. നമ്മളൊരിക്കലും അത് ചെയ്യാൻ പാടില്ല. ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസ് ചെയ്യും. ബോണി ഫ്രാഗ്മെൻറ്റ്സിൻ്റെ കറക്റ്റ് അലൈൻമെൻറ്റിലോട്ട് നമ്മൾ പുറമേ കാണുന്നില്ല, പക്ഷെ അവർക്കത് പാൽപ്പേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് മാനുവൽ ട്രാക്ഷൻ ചെയ്ത് നോർമൽ പൊസിഷനിലോട്ടാക്കുന്നു. അതിനെ ക്ലോസ്ഡ് റിഡക്ഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് ഓപ്പൺ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? അവിടെ സർജിക്കൽ അപ്രോച്ചിലൂടെ ആ ഭാഗം ഓപ്പൺ ചെയ്ത്
അതിനെ ഇൻറ്റേർണലി കറക്റ്റ് പൊസിഷനിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് മറ്റു ബോണി ഫ്രാഗ്മെൻറ്റ്സ് എല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടി മറ്റ് മെറ്റൽസിൻ്റെയൊക്കെ സഹായത്തോടു കൂടി കറക്റ്റ് പൊസിഷനിൽ ഇൻറ്റേർണലി നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അതായത് കറക്റ്റ് ആ ഒരു പാർട്ട് സർജിക്കൽ പാർട്ട് ഓപ്പൺ ചെയ്ത് സ്കിൻ മാറ്റി മസിൽസ് മാറ്റി ബോണിനെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് സ്ക്രൂ മെറ്റാലിക് പിന്ന് വയേഴ്സ് ഇതെല്ലാം ഉപയോഗിച്ച് ഇൻറ്റേർണലി ഫിക്സ് ചെയ്ത് അതിനെ സർജിക്കൽ സൈറ്റ് ക്ലോസ് ചെയ്യുന്നു. അതിനാണ് ഓപ്പൺ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇതും മെഡിക്കൽ മാനേജ്മെൻറ്റിനകത്ത് വരുന്നതാണ്. അടുത്തത് ഇമ്മൊബിലൈസേഷൻ. എന്ത് ചെയ്യുക? പരമാവധി ബോണി ഫ്രാഗ്മെൻറ്റ്സ് ഡിസ്പോസിഷൻ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് കറക്റ്റ് പ്രോപ്പർ പൊസിഷൻ അണ്ടിൽ യൂണിയൻ ഒക്കേഴ്സ്, അത് കറക്റ്റായിട്ട് ബോണുകൾ തമ്മിൽ പരസ്പരം ജോയിൻ ചെയ്യുന്നത് വരെ മാക്സിമം ബാൻഡേജോ കാസ്റ്റുകളോ സ്പ്ലിൻറ്റോ അല്ലെങ്കിൽ ട്രാക്ഷനോ എക്സ്റ്റേണൽ ഫിക്ചേഴ്സോ എന്തെങ്കിലുമൊക്കെ ഡിവൈസുകൾ ഉപയോഗിച്ച് നമ്മൾ ആ പാർട്ട് പരമാവധി മൂവ് ചെയ്യിപ്പിക്കാതെ നോക്കുക. ഇതാണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം ഷോർട്ട് നോട്ട്സ് ഞാൻ തരാം കേട്ടോ. നെക്സ്റ്റ് വൺ മെയിൻറ്റെയിനിങ് ആൻഡ് റീസ്റ്റോറിങ് ഫങ്ഷൻസ്. അതായത് എന്ത് ചെയ്യുന്നു? റിഡക്ഷൻ ആൻഡ് ഇമ്മൊബിലൈസേഷൻ ആർ മെയിൻറ്റെയിൻഡ് പ്രിസ്ക്രൈബ് ടു പ്രൊമോട്ട് ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ഹീലിംഗ്. അതായത് നമ്മൾ ഈ റിഡക്ഷൻ പ്രൊസീജിയറിലൂടെയും അതുപോലെ ഇമ്മൊബിലൈസേഷനിലൂടെയും നമ്മുടെ ബോണിൻ്റെ ഹീലിംഗ്, ബോണുകൾ പരസ്പരം ജോയിൻ ചെയ്യുന്നതിന് സഹായിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യണം? ആ ഒരു ഭാഗം നമ്മൾ കറക്റ്റായിട്ട് എപ്പോഴും ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ്, അതായത് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ എപ്പോഴും കറക്റ്റ് ആണോ, നെർവ് സെൻസേഷൻസ് എല്ലാം ഉണ്ടോ, എല്ലാം കൃത്യമായിട്ട് ന്യൂറോവാസ്കുലർ സ്റ്റാറ്റസ് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. പേഷ്യൻറ്റിന് നമ്മൾ പെയിൻ റിലീഫ് സ്ട്രാറ്റജീസ് അനാൽജസിക്സ് കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒരു പരിധി കഴിയുമ്പോൾ ഇമ്മൊബിലൈസേഷൻ്റെ ഒരു ലെവലൊക്കെ കഴിഞ്ഞതിന് ശേഷം പേഷ്യൻറ്റിന് ചെറിയ ചെറിയ എക്സസൈസ്, മസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സിന്, ബ്ലഡ് സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റി ലിവിങ്സിൻ്റെ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും മറ്റ് എക്സസൈസുകളും എല്ലാം നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം. ഓക്കെ, അത്രയുമാണ് മെഡിക്കൽ മാനേജ്മെൻറ്റിൽ വരുന്നത്. ഇനി നഴ്സിംഗ് മാനേജ്മെൻ്റ് ആണ് അടുത്ത് വരുന്നത്. അപ്പോൾ അത് ഞാനിവിടെ ഇത് പറയുന്നില്ല, കാരണം എനിക്ക് ഇപ്പോൾ സമയമില്ല, മറ്റൊരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഞാനിവിടെ ഇതിവിടെ നിർത്തുകയാണ്. ഫ്രാക്ചറിൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് മുതൽ ക്രാഷ് കോഴ്സിലെ സ്റ്റുഡൻസിന് അടുത്ത ക്ലാസ് മുതൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം, അല്ലാത്തവരും ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് സ്വയം പഠിക്കാം. ബ്രണ്ണറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് യൂസ് ചെയ്ത് പഠിക്കുക. ഇച്ചിരി സമയം കൂടുതൽ എടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിക്കാർക്ക് കുറച്ച് സമയം കിട്ടുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ കേരള യൂണിവേഴ്സിറ്റിക്കാരുടെ എനിക്കറിയത്തില്ല. ചിലപ്പോൾ എക്സാമിൻ്റെ ഒരു ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റി വെച്ചാൽ മാത്രമേ, അതും ആ ഒരു പ്രതീക്ഷയിലൊന്നും ഇരിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക, മാക്സിമം നല്ലതായിട്ട് പഠിക്കുക. കാരണം പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം പഠിപ്പിക്കാൻ പറ്റുന്ന പോർഷൻസ് എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള 10 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ്. അതിൽ നഴ്സിംഗ് മാനേജ്മെൻറ്റ് മാത്രമാണ് ഇനി ബാക്കി ഉള്ളത്. നമ്മുടെ 6 മാർക്കിൻ്റെ മാനേജ്മെൻറ്റ് പാർട്ടെന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എമർജൻസി മാനേജ്മെൻറ്റ് ഉണ്ട്, അടുത്തത് മെഡിക്കൽ മാനേജ്മെൻറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഉണ്ട്. ആ നഴ്സിംഗ് മാനേജ്മെൻറ്റ് എന്തൊക്കെ എഴുതണമെന്നുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓക്കെ, മറ്റ് ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ 8891127927 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക, ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.